This Homo sapiens called us have the science within us to explore as far back as possible based on the material evidence that this Mother Earth preserves at certain locations. And Pattanam is such a wonderful location. So it is a multidisciplinary thing. To answer your question, experts from all domains of knowledge. 5ാം നൂറ്റാണ്ട് AD ഇവിടുന്ന് ഒരാൾ, അയാളുടെ പേര് ദാമു എന്ന, അയാൾ ഈ തലശ്ശേരി ധർമ്മടം ആ ഭാഗത്തുനിന്ന് കിഴക്കേ തീരത്ത് പോയി സൗത്ത് ചൈനയിൽ ചെന്ന് അവിടെ അദ്ദേഹം വലിയൊരു ആചാര്യനായിട്ട് ഒരു ബൗദ്ധ സന്യാസിയായിട്ട് മാറി. അയാളാണ് താവോയിസം ഉണ്ടാക്കിയത്. കേരളത്തിൻ്റെ മുഴുവൻ തീരങ്ങളെ ഒരു ഘട്ടത്തിൽ മുസ്ലിസ് എന്ന് വിളിച്ചിരുന്നു. കാരണം എന്താ, ദാറ്റ് ബിക്കെയിം ദ മേജർ പോർട്ട്. അപ്പം വിഴിഞ്ഞം, ഈ പറഞ്ഞ കൊല്ലം, ഈ ടിൻഡിസും ബെക്കാറെ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ബട്ട് യു ഷുഡ് ഹാവ് എവിഡൻസ് ഫ്രം ദ ഗ്രൗണ്ട്. അവിടെ ഇതിപ്പം നമുക്ക് അവിടെ നിന്നേ കിട്ടുന്നുള്ളൂ. ദെൻ യു ആർ റെസ്ലിംഗ്. അഗസ്റ്റ് സീസറിൻ്റെ കയ്യിലും അയാളുടെ സ്റ്റെപ്പ് മദർ ഇട്ടുകൊടുത്ത ചിഹ്നമായിരുന്നു എന്നും അതുണ്ടാക്കിയത് ഒരു പക്ഷേ കേരളത്തിലെ ഏതോ ആർട്ടിസ്റ്റ് പട്ടണത്തിൽ നിന്ന് ഉണ്ടാക്കിയതെന്നുമാണ് ജൂലിയോ റോക്കോ വളരെ അത്ഭുതകരമായി നമ്മളോട് പറയുന്നത്. സോ ദിസ് ഈസ് അമേസിങ്. ജനറ്റിക് എവിഡൻസ് എന്താ? 12 എല്ലും കഷ്ണം കൊടുത്ത് ഈ മനുഷ്യർ എവിടുന്ന് വന്നതാന്ന് പറയാമോ? എവിടുന്നാണ്? 3 പേര് യൂറോപ്പിൽ നിന്ന്, 4 പേര് ആഫ്രോ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ. ഇന്നത്തെ മെഡിറ്ററേനിയന് മുകളിലോട്ടും ബാൾട്ടിക് വരെയും, പിന്നെ ഈ പറഞ്ഞ ഈജിപ്റ്റ്, സുഡാൻ, അങ്ങനെ എത്യോപ്യ, ആ ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗം. 4 പേര് സൗത്ത് ഏഷ്യയിൽ. ഈ എഴുത്തച്ഛൻ രാമായണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് റിമെയിൻഡ് തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ. കാരണം പോർട്ടുഗീസുകാർ വന്നുടനെ അവരുടെ സുവിശേഷം അതാണല്ലോ അവരുടെ അന്നത്തെ ഒരു മോട്ടിവേഷൻ അതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പുസ്തകം ഇവിടുത്തെ ഭാഷയിലുള്ള ആളുകൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി ലിസ്ബണിൽ അടിച്ചുകൊണ്ട് വന്ന് തമിഴിൽ അടിച്ചുകൊണ്ട് വന്ന്. വാട്ട് ഇറ്റ് മീൻസ്, പീപ്പിൾ ഇൻ ദ 16th century were talking തമിഴ്. ആദിമ ഇന്ത്യക്കാർ ആരെന്നും ആദി നാഗരികത ഏതെന്നും ആദി ഭാഷ ഏതെന്നുമുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് എന്നും സജീവമാണല്ലോ. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ പുരാതന ചരിത്രം എന്താണ്? വനവിഭവങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും മാത്രം വിനിമയം ചെയ്ത് ജീവിച്ചു പോന്ന ഗോത്ര സമൂഹം മാത്രമായിരുന്നു നമ്മുടെ പൂർവികർ. കൊച്ചിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെ പട്ടണം ഗ്രാമത്തിൻ്റെ മണ്ണിനടിയിൽ ഉറങ്ങിക്കിടന്ന ചരിത്രം നമ്മോട് പറയുന്നതെന്താണ്? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. (2005, 2015) കാലഘട്ടത്തിൽ പട്ടണം ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ KCHRന്റെ സ്ഥാപക ഡയറക്ടർ പ്രൊഫസർ PJ ചെറിയാനാണ് ഇന്ന് സയൻസ് ടോക്കിൽ അതിഥി. നിലവിൽ 2021-23 കാലത്ത് പട്ടണം ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ പാമ സ്വയംഭരണ ഗവേഷണ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയും ഡയറക്ടറും ആണ്. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം സർ. എറണാകുളം ജില്ലയിലെ ഈ പട്ടണം ഗ്രാമവും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും ഈ ഗവേഷകരുടെ ശ്രദ്ധയിലേക്ക് വന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇന്നിപ്പം ഹൈൻഡ്സൈറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയില്ലേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദർ ആർ വെരി ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ്സ്. ഇൻ ദി 1980s ദർ വാസ് എ മേജർ ഡിസ്കവറി ഓൺ ദ സതേൺ സൈഡ് ഓഫ് നോർത്ത് പറവൂർ. വള്ളുവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അന്ന് കേട്ടതനുസരിച്ച് ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ കണ്ടുകിട്ടിയെന്നും മണ്ണ് മാറ്റുന്നതിനിടയില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്, ഞാനന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ വന്ന ഉടനെ അവിടെ പോയി അന്വേഷിച്ചു. കേട്ടറ് പത്രത്തിലൊക്കെ വന്നായിരുന്നു, വലിയ വാർത്ത വന്നായിരുന്നു. കാരണം അത് കുറേ അധികം കിട്ടി.
282 സർക്കാരിലേക്ക് കണ്ടു കിട്ടിയത്. അവിടെ ചെന്നുകൊണ്ട് ഭയങ്കര സങ്കടകരമായൊരവസ്ഥയിലുള്ളൊരു വീടാണ് കാണുന്നത്. പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരു മകൻ, ജാനകി എന്ന് പറയുന്ന അയാളുടെ അമ്മ, എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ കുട്ടി UC പഠിച്ചതാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകൻ എന്ന നിലയിലാണ്. അപ്പം അന്ന് തൊട്ടേ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിൽ പതിഞ്ഞായിരുന്നു. പിന്നെ ഒരിക്കൽ മതിലകത്തേക്ക് പോയ സമയത്ത് ഈ പട്ടണം ജംഗ്ഷനിൽ ഇറങ്ങി എന്താണ് ഇവിടെ ഇങ്ങനൊരു സ്ഥലം പട്ടണമെന്നറിയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ചിലരോടൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പട്ടണമൊന്നുമല്ല, ഇത് പഷ്ണമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പഷ്ണമെന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇതിനോട് സെൻസിറ്റീവായിട്ടുള്ള. അപ്പോൾ വളരെ അകലെ നിന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മളങ്ങനെ കാണേണ്ടതെന്ന് തോന്നുന്നു. ഏതായാലും 1994 ഞാനൊരു ആർക്കിയോളജി കോഴ്സ് തുടങ്ങിയാണ്. അത് ഇന്നത്തെ ആഡ് ഓൺ കോഴ്സ് പോലെ ഒരു കോഴ്സായിരുന്നു UC കോളേജിൽ. അതൊരു ഡിപ്ലോമ പ്രോഗ്രാം. ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ശനിയും ഞായറും, പിന്നെ ഞായറാഴ്ച കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ അത് ഒഴിവാക്കണമെന്ന്. അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ അതുപോലെ ഫീൽഡ് ട്രിപ്പാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്തൊക്കെ കാണാൻ കഴിഞ്ഞത് ആദിമ ജനവാസ സാന്നിധ്യം വലിയ തോതിൽ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഈ വിനോദ് കുമാർ എന്ന് പറഞ്ഞ പയ്യൻ ഈ അന്നാണ് പട്ടണമെന്ന് ഒരുപക്ഷെ കുറേ കൂടി അടുത്ത് 2 ഒക്കേഷനിൽ ഞാനിത് ഓർത്തിട്ടുണ്ട്. അയാൾക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തത് പട്ടണം ഗ്രാമത്തെ പറ്റി തന്നെ. അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലൊന്ന് പോകാൻ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോഴൊന്നും ഇത് ഇന്ന് മനസ്സിലാക്കുന്ന അളവിൽ ഒരുപക്ഷെ ഈ പുകൾപ്പെട്ടതെന്നൊക്കെ പറയുന്ന ഒരു അന്തർദേശീയ, അന്ന് ദേശമില്ല, ഒരു ട്രാൻസ് ഓഷ്യാനിക് ഒരു തുറമുഖം, അതിൻ്റെ സൂചനകളൊന്നും അയാളുടെ പഠനത്തിലുണ്ടായില്ല. പക്ഷേ അവിടുന്ന് കിട്ടുന്ന മൺപാത്ര കഷ്ണങ്ങൾ, മുത്തുകൾ, ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പോകാനും. പിന്നീട് കാരണം ഇതൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഡിസ്കസ് വിത്ത് സോ മെനി പീപ്പിൾ. അങ്ങനെയാണ് 2004 ട്രയൽ എക്സ്കവേഷൻ. അതിന് മുമ്പ് തന്നെ 2003 ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടി KCHR ഒരു എക്സിബിഷൻ. സോ മെനി സ്ട്രീംസ് കം ടുഗദർ. അങ്ങനെയാണ് 2006 എക്സ്കവേഷൻ ലൈസൻസിന് അപേക്ഷിക്കുന്നതും ആ പ്രവൃത്തി തുടങ്ങുന്നത്. ഉദാഹരണത്തിന് 2003 ആണെന്ന് തോന്നുന്നു. അതെ, 2003 റോബർട്ട ടോംബർ എന്ന് പറയുന്ന അവർ കൊച്ചിക്ക് വന്നായിരുന്നു. അപ്പോൾ അവരിത് കാണുമ്പം തന്നെ ഒരു ഷെയ്ഡ് ഇത് ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു രഹസ്യം സൂക്ഷിക്കുന്ന പോലെ. കുറേ നാളതങ്ങ് മറന്നുപോയെന്ന് വരും, പക്ഷേ എപ്പോഴെങ്കിലും അത് പുറത്തു വരും. ദെൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ആർക്കിയോളജിക്കൽ സൈറ്റ്. അതെല്ലായിടത്തും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കും അത് ഭൂമിക്ക് ഗർഭം വെക്കുന്നതാണ്. പട്ടണത്തെ കാര്യം പറയുകയാണെങ്കിൽ 4 മീറ്റർ ഘനത്തിലാണ് അവിടെയുള്ള കൾച്ചറൽ ഡിപ്പോസിറ്റ്. അതായത് ഈ പുരാതന വസ്തുക്കൾ കിട്ടുന്ന, കാരണം അതിൻ്റെ അടിയിൽ ജിയോളജിക്കൽ നാച്ചുറൽ ലെയേഴ്സാണ്. അപ്പം 4 മീറ്റർ അടിയിൽ അവിടെ ആൾക്കാർ താമസിച്ചു തുടങ്ങിയതിൻ്റെ അത് ഇരുമ്പ് യുഗകാലമാണ്. അവർക്ക് മൺപാത്രങ്ങളും ഇരുമ്പിൻ്റെ ആയുധങ്ങളും മാത്രമേ ഉള്ളൂ അവശിഷ്ടമായിട്ട് ശേഷിക്കുന്നത്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന, സങ്കീർണമൊന്നും അല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. ലളിതമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈലി കോംപ്ലക്സ് സൊസൈറ്റി. കാരണം എന്താ, ലോഹത്തിൻ്റെ സാന്നിധ്യം വരിക എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയുടെ വലിയ സ്ഫോടനം നടന്ന ഒരു കാലത്തിൻ്റെ പ്രാതിനിധ്യമാണ്. അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കണ്ടെത്തിയത്? പ്രധാനമായിട്ട് കണ്ടെത്തുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തോ അന്വേഷിക്കുന്നത്, നമുക്ക് എന്താ കിട്ടേണ്ടത്, ഇത് രണ്ടിലും നമുക്ക് വലിയ വ്യക്തതയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ അങ്ങ് കുഴിക്കുകയല്ലോ. അല്ല, അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. നമ്മളത് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സീ ഇൻ ടു ദി ഗ്ലിംപ്സസ് ഓഫ് പട്ടണം എക്സ്കവേഷൻ മെത്തഡോളജി.
2014 ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഇവോൾവ് ചെയ്യുന്നതാണ്. സി ഇറ്റ് ഈസ് നോട്ട്, ബട്ട് യു ഷുഡ് ഹാവ് എ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ യു ഡു എ സർജറി on Mother Earth. It is like a child being brought out from the mother's womb. അത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. കാരണം 3000 വർഷം അല്ലെ 4000 വർഷം കൊണ്ട് അടിഞ്ഞുകൂടിയ ഈ മണ്ണാണ് ഈ 4 മീറ്റർ ഡിപ്പോസിറ്റ്. അതിൻ്റെ അടിയിലെ പല അടരുകളിലാണ് ഈ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതൊരു സർജിക്കൽ ഓപ്പറേഷൻ തന്നെയാണ്. പിന്നെ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കണം നിങ്ങൾ ഇതിനെ സമീപിക്കേണ്ടത്. You should not look for something that you want to justify in you in the 21st century. You have to be absolutely diverse from all your identities. കാരണം ഇതൊന്നും അറിയാൻ വയ്യാത്ത 2000 വർഷത്തെ യാതൊരു ഐഡൻറ്റിറ്റിയോ, ഇപ്പം നമുക്കൊരു 5 തലമുറ കഴിഞ്ഞാൽ അവിടെ കുട്ടികളൊക്കെ എന്താകുമെന്ന് ആർക്കറിയാം. സോ വി ഹാവ് നോ റൈറ്റ് ടു സേ എനിത്തിങ് അബൌട്ട് ദം. വെൻ വി ലുക്ക് ബാക്ക് ഓൾസോ, നോബഡി, നമ്മൾ 800 കോടി മനുഷ്യരില്ലേ, 800 കോടി ഒരാൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശൻ്റെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അറിയത്ത് പോലും ഇല്ല. സോ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ ലിമിറ്റേഷൻ. യെറ്റ് this Homo sapiens called us have the science within us to explore as far back as possible based on the material evidence that this Mother Earth preserves at certain locations. And Pattanam is such a wonderful location. So it is a multidisciplinary thing. To answer your question, experts from all domains of knowledge, and tell you frankly, all these domains evolved very, very recent. There was no archaeology, say 150 years ago. വളരെ സയന്റിഫിക് ആയിട്ട് നമ്മളൊരു സമൂഹത്തെ പഠിക്കുക. നമ്മളുടെ പൂർവികതയെ, പാസ്റ്റിനെ, മനുഷ്യരാശിയാണ് പഠിക്കുന്നത്. കാരണം none of the identities we know in 21st century. None of the identities. അപ്പോൾ എല്ലാ ഡിസിപ്ലിൻസും അവിടെ സമ്മേളിക്കും. എല്ലാ ഡിസിപ്ലിൻസും. I used to say philosophers have a very important role to engage what we get from there. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്കും നല്ല പങ്കുണ്ട്. Artistical definitely, because we get a fragment of a pot. അതിൻ്റെ അകത്ത് തന്നെ if there comes a metaphor, a symbol that has something to do with art, then the dimensions are very, very different. അവിടെയാണ് എഴുത്തിനെയൊക്കെ ഉല്ലംഘിക്കുന്ന, എഴുതി വെച്ചാലൊക്കെ അതിൻ്റെ സബ്ജക്റ്റിവിറ്റി. ഈ ആർട്ടിസ്റ്റ് ഈസ് somebody who has a different dimension of looking at the reality. So whatever symbols we see in them, we need artists' reflections, not us. full dimensional picture തരുന്നതാണ്. So art, sometimes we say, preserve many things that writing or the material itself is not capable of holding. So any domain of human cognitive effort, don't call even it a discipline, it is pure science, it is deep inquiry, with restraint, with all advances. അതിന് 21st centuryയിലെ വലിയ മെച്ചം ഉണ്ടായിട്ടുണ്ട്, വേൾഡ് ഓവർ. നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് മറ്റു യൂണിവേഴ്സിറ്റി, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ടുള്ള സഹകരണം, അതുപോലെ വിദേശത്തു നിന്നുള്ള നമ്മളെക്കാട്ടിലും ആർക്കിയോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന, വളരെ ശാസ്ത്രീയമായ സമീപിക്കുന്നവരുടെയൊക്കെ സഹകരണം ഇതിനകത്ത് ഒരുപാടുണ്ട്. അങ്ങനെ ഒരു യുണീക്ക് എക്സ്കവേഷനായിട്ടാണ് പട്ടണത്തെ എല്ലാവരും രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ എത്രത്തോളം എൻറിച്ച് ചെയ്തു? അതിൻ്റെ ഒരു കാരണം ഞാൻ ആലോചിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പട്ടണം അങ്ങനെ ഒരു യുണീക്ക് ആകാൻ കാരണം? അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു ലെജൻഡറി പോർട്ടെന്ന് പറഞ്ഞാൽ വ്യക്തികളെന്ന് പറഞ്ഞ പോലെ വ്യക്തികളൊക്കെ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ്, ഒരു ബാക്കിപത്രമാണ്. പോർട്ടെന്ന് പറഞ്ഞാലോ പല ദേശങ്ങൾ തമ്മിൽ, പല പോർട്ടുകൾ, പല സംസ്കാരങ്ങൾ വന്നു ചേരുന്ന സ്ഥലമാണ് പോർട്ട്. ഇവിടെയുള്ള സാധനങ്ങളെ പഠിക്കാൻ ഇന്ത്യയിലുള്ള
പുരാവസ്തു, ചരിത്ര, നരവംശ, ഏത് ശാസ്ത്ര ആൾക്കാർക്കും ഇത് പറ്റില്ല. കാരണം എന്താ, ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ യു ഗെറ്റ് എവിഡൻസ് ഫ്രം 40 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഈ റോബർട്ടോ ടോംബ്രെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പാത്രകഷ്ണം വെച്ചിട്ട് നമ്മൾ എന്താ പറയുക? ബിക്കോസ് ഷീ വാസ് എ എക്സ്പേർട്ട് ഓൺ ആംഫോറ, അതായത് വീഞ്ഞിൻ്റെയും ഒലീവ് ഓയിലിൻ്റെയും മീൻ അച്ചാറിൻ്റെയൊക്കെ പാത്രങ്ങൾ കൊണ്ടുവന്ന യൂറോപ്പിലെ 11 സ്ഥലങ്ങൾ. സോ യു നീഡ് എക്സ്പേർട്സ് ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ്. പട്ടണത്തിനുണ്ടായ അനുഗ്രഹം ഈ പറഞ്ഞ 40 രാജ്യങ്ങളെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ കണക്കുകൂട്ടൽ, 21-ാം നൂറ്റാണ്ട്. ഇവിടുന്നുള്ളവർക്കുള്ളതെല്ലാം നമ്മളെക്കാട്ടി 1000 മടങ്ങ് ക്യൂരിയോസിറ്റിയാണ്. എങ്ങനെയാണ് അപ്പം ഇവരെയൊക്കെ സാറ് കണക്ട് ചെയ്തത് ഇതിലേക്ക്? അതാ ഞാൻ പറഞ്ഞത്, ദേ കെയിം ഓട്ടോമാറ്റിക്കലി ദ മോമെൻറ്റ് ദേ സ്റ്റാർട്ടഡ് നോയിങ് ദറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ്. ഉദാഹരണം, ഡെലവെയർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ സ്റ്റീവ് സൈഡ്ബോത്തം, അയാൾ 94 മുതൽ ഇതിനകത്തൊരു പാഷൻ കയറിയാൽ പിന്നെ ഭ്രാന്താകുന്ന മാതിരി ഒരു അവസ്ഥയാണ്. ഹീ വാസ് എക്സ്കവേറ്റിംഗ് ബെർണിക്കെ. അദ്ദേഹം 2007 ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. ചെറിയാൻ, ഐ എം ഫ്രം ബെർണിക്കെ. അയാൾ അമേരിക്കയിലെ ഡെലവെയർ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, എനിക്കായാലും ഒരു ഇൻവിറ്റേഷൻ അയക്കൂ. ഹി വാസ് സോ, ഈ സൈഡ് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ കമ്മിങ് ടൂറിസ്റ്റ് വിസ. ഇവിടെ ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ്. സോ ഇറ്റ് ഈസ് സോ ബ്യൂറോക്രാറ്റിക്കലി വെരി വെരി ഡിഫിക്കൾട്ട് ഫോർ. അവർ കാശ് മുടക്കിയാണ് വരുന്നത്. KCHRനോ ഒന്നും ഒരു റിസോഴ്സ് ഇല്ല. 2006 എൻ്റെ ഒരു പ്രൊഫസറുടെ ഫ്രണ്ട് തന്ന ഒരു എന്താ പറയുക ദാനം, അത് ഉപയോഗിച്ചാണ് ഇത് തുടങ്ങുന്നത് തന്നെ. സോ ഇറ്റ് ഈസ് സോ accidental. So it will be interesting to look into the challenges involved of multiple kinds. It all tells the condition of the society from which this is happening. As you hinted, you know, in many Western societies, the approach is totally different. They have better facilities, they have better institutions. എന്ന് വിചാരിച്ചത് വലിയ കൊമ്പൊന്നുമില്ല. കാരണം ആക്ച്വലി ദേ ആർ ഓൾ ഹാവിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഓക്സ്ഫോർഡുമായിട്ടുള്ള ഒരു അഫിലിയേഷനായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവിടുന്ന് 15 കുട്ടികളും അവിടുത്തെ ഫാക്കൽറ്റിയും, they came and stayed here more than 1 month and actually participated in. When they were saying that we want to learn from your methods, at the same time you can learn from our methods. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ട്രെഞ്ച് കൊടുക്കുകയും പിന്നെ ഞങ്ങളത് മാറ്റി മിക്സ് ചെയ്തു. 5 പേര് ഇവിടുന്നു, 5 പേര് അവിടുന്നു. ബിക്കോസ് ദർ വിൽ ബി ടസിൽ, ദർ വിൽ ബി ഡിസ്കഷൻ. ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതൊക്കെ മെറ്റിക്കുലസ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ നിന്ന് നമ്മളെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച ഒരു മെറ്റീരിയൽ കിട്ടിയത് എന്തായിരുന്നു? ആദ്യം കിട്ടിയത് ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹൗ ബിഗ് ഈസ് യുവർ വിഷൻ. കാരണം നമുക്ക് ഇങ്ങനെ ഈ സ്വർണം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. അത് തന്നെ ഭയങ്കര തമാശയുള്ള കുറേ എപ്പിസോഡ്സ് ഉണ്ട്. പക്ഷെ പൊതുവേ എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വാർഫും ഒരു കടവും അവിടുത്തെ വഞ്ചിയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു 100 കൂട്ടം തെളിവുകൾ. അത് കിട്ടിയപ്പോഴാണ് അതൊരു തുറമുഖ നഗരമായിരുന്നു. തുറമുഖ നഗരമല്ല, യഥാർത്ഥത്തിൽ ഇപ്പം അതാണ് ഈ അകലക്കാഴ്ചയിൽ തോന്നുമ്പോഴേ എനിക്ക് തോന്നുന്നത് അത് തന്നെ ആയിരുന്നു ഒരു സുപ്രധാന മുസ്രിസ് തുറമുഖം. കാരണം അതിൻ്റെ അനുബന്ധ തെളിവുകൾ അത് പിന്നെ പഠനങ്ങളിലൂടെയാണ് വരുന്നത്. അവിടുന്നാണ് ഈ 10-30 രാജ്യങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ആ കടവിൽ നിന്നാണ് കിട്ടുന്നത്. ആ കടവിൽ നിന്നാണ് ഒരു പ്ലിത്തോറ ഓഫ് ബിഗ് വോളിയം ഓഫ് ബയോളജിക്കൽ ബൊട്ടാണിക്കൽ റിമെയിൻസ് കിട്ടുന്നത്. എന്തൊക്കെ ബൊട്ടാണിക്കൽ റിമെയിൻസ് കിട്ടി? നിയർലി 18. അതൊക്കെ ഒരു ബൊട്ടണിക്കാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. എല്ലാ തരമുണ്ട്. ദർ ആർ സബ്സ്റ്റാൻഷ്യൽ മെജോറിറ്റി ദാറ്റ് വാസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് വന്നതാണ്. പിന്നെ ഈ ഫുഡ് ഗ്രെയിൻസ് സംബന്ധിച്ച് എന്തെങ്കിലും? ഫുഡ് ഗ്രെയിൻസ്, സ്പൈസസ് ഉണ്ട്, നെല്ലുണ്ട്, തേങ്ങയുണ്ട്,
അപ്പൊ അന്നേ തേങ്ങയുണ്ട് നമുക്ക് തേങ്ങ അതിനൊക്കെ മുമ്പേ ഉണ്ട്. അതിന് അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ട. തേങ്ങ അതിനൊക്കെ വളരെ മുമ്പ് തന്നെയുണ്ട്. ബട്ട് ഈ പാം ട്രീസ് ഹാസ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ് പ്രോബബ്ലി ഇൻ ദ 3rd or 4th millennium BC. There are studies based on that. ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ ഇതെവിടെ വരെയും പോവും. അപ്പോൾ പോയി കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ചേരാം. അതിപ്പോൾ അങ്ങനെ ഒരു റൂട്ടൊക്കെ ഞാൻ കണ്ട മാപ്സൊക്കെ ഉണ്ട്. ദാറ്റ് ഗോസ് അക്രോസ്. അത് കേരള തീരം. ഇപ്പോൾ യു ഗോ ടു സലാല ഫോർ എക്സാമ്പിൾ. അവരുമായിട്ട് നമ്മൾ ഭയങ്കര ബന്ധമുള്ളൊരു. അപ്പോൾ ഈ ആംഫോറ കണ്ടെത്തി അതിൻ്റെ റിസർച്ച് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തപ്പോഴാണോ ഈ റോമിൽ നിന്നുള്ള ഗവേഷക എത്തിയത്? ഇല്ലില്ല, അവർ ഐ തിങ്ക് വി ഹാഡ് കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്റ്റീവ് സൈഡ്ബോ തന്നെ പറഞ്ഞ പോലെ ഫ്രെഡറിക്കോ ഡി റൊമാനിസ്. ഞാൻ പുറത്തുള്ളവരുടെ പേര് മാത്രം പറയാം, ബിക്കോസ് ദെയർ റോൾ വാസ് വെരി സബ്സ്റ്റാൻഷ്യൽ. വി ക്യാൻ ഹാവ് ഫിസിക്കൽ എൻഗേജ്മെൻറ്റ്സ്, പക്ഷേ ഈ റോമൻ ഹിസ്റ്ററിയും ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയും ഇതൊന്നും നമ്മൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. ആ ചരിത്രം വസ്തുക്കളിൽ പ്രതിഫലിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ്. അപ്പം നമ്മളെക്കാട്ടി എക്സൈറ്റഡ് ആയിരുന്നു അവിടുന്ന് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ വരാൻ. പിസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാന്ദ്ര എന്ന് പറഞ്ഞ് അവരൊക്കെ ഫ്ലൈറ്റ് എടുത്തിങ്ങ് പോരുക ചൈനയിൽ നിന്ന്. They came and so from all parts of these 3 continents, researchers were more than excited to engage, to see, to respond, to discern. ഇത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു കളക്റ്റീവ് ഈ സമയത്ത് രൂപപ്പെടുന്നുണ്ട്. ആംഫോറ കിട്ടി, അപ്പോൾ അതെവിടെ നിന്ന് വന്നു? നമുക്ക് ഈ ഒറ്റത്തടി തീർത്ത ഒരു വഞ്ചിയുടെ അവശിഷ്ടം കിട്ടി. ഇങ്ങനത്തെ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രോസസ്സുകൾ എന്താണ്? ഇതിനെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്യണം. വി ആർ ഓൺലി ഡിസ്കസിങ് അബൌട്ട് ദ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് കെയിം ഫ്രം 3 continents. സി, ഇന്ത്യയുടെ ഉപഭൂഖണ്ഡ ചരിത്രത്തിൽ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു? കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളം എന്ന് പറഞ്ഞാൽ ആദിമ കേരളത്തിൻ്റെ, അവിടെയാണ് ഇത് വലിയ വിപ്ലവകരമായ ഒരു തെളിവ് ഒരു കൂട്ടമായിട്ട് മാറുന്നത്. കാരണം നമുക്ക് ഈ 1000 റഫായിട്ട് പറഞ്ഞാൽ 1000 AD പിന്നിലോട്ട് പോയാൽ വളരെ കൃത്യമായ തെളിവുകൾ ഒട്ടുമില്ല. പ്രത്യേകിച്ച് ഐതിഹ്യങ്ങൾ, പിന്നെ കുറച്ച് ലിഖിതം എന്ന് പറയുമ്പോൾ തന്നെ ഈ മണിമേഖല സംഘകാലത്തെ തെളിവുകളുണ്ട്. അതിൽ ഉള്ള ഇതിഹാസങ്ങളുമൊക്കെ എനിക്ക് തോന്നുന്നത് വളരെ കാലം വാമൊഴിയായിട്ട് നിലനിന്നതിന് ശേഷമാണ്. കവിതകൾ പോലും വാമൊഴിയായിട്ടാണ്. പക്ഷേ ഇപ്പം വലിയ തോതിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സംഘകാലത്തെ തെളിവുകൾ 300 BC മുതൽ 300 AD വരെയുള്ള ലിഖിത തെളിവുകൾ. അപ്പം യു ഹാവ് പട്ടണത്തും കൃത്യമായിട്ട് ആ പീരീഡ് തന്നെയാണ്. വി ഹാവ് 38 റേഡിയോ കാർബൺ ഡേറ്റ്സ്, ടൈപ്പോളജിക്കൽ ഇൻഡിക്കേഷൻസ്, വി ഹാവ് സ്ട്രാറ്റിഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ്, വി ഓൾസോ ഹാവ് ഏൻഷ്യൻ DNA അനാലിസിസ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 300 BC മുതൽ 300 AD വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഒരുപക്ഷെ 3 ഭൂഖണ്ഡങ്ങളും സജീവമായി പങ്കെടുത്ത കൈമാറ്റങ്ങളുടെ, ഈവൻ കച്ചവടമൊന്നും പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2ാം നൂറ്റാണ്ട് AD നാണയ സംവിധാനം ഇവിടെ വ്യാപകമാകുന്നത്. അത് കൈമാറ്റമായിരുന്നു. അതിൻ്റെയൊക്കെ സൂചനകൾ ഈ ലിഖിത തെളിവുകളിലുണ്ട്. ഇനിയും ഈ പറഞ്ഞ പഴന്തമിഴിലും അത് ബ്രഹ്മി സ്ക്രിപ്റ്റാണ് എന്നുള്ളത്. അതേസമയം ഗ്രീക്കിലും ലാറ്റിനിലും ഉണ്ട്. ഞാൻ ഈ ചൈനയിലൊക്കെ പോയിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നത് ഈ ചൈനീസ് ലിഖിതങ്ങളിൽ ഇതിന് സാന്നിധ്യമുണ്ടോ. അതുപോലെ അറേബ്യയിൽ, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവിടെ ഒന്നും ആ രീതിയിൽ, കാരണം ഭാഷ ഡിഫറൻ്റാണ്, ഇതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളില്ല.
പക്ഷെ ചൈനയിൽ നടന്ന ഒരു അത്ഭുതം എനിക്ക് എപ്പോഴും വരുന്നുണ്ട്. കാരണം അവിടെ ഒരു ലോറുണ്ട്, നമ്മുടെ കൂട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതായത് നമ്മുടെ ഈ പ്രദേശത്തു നിന്ന്, കാരണം കേരളമെന്നോ ചേരനാടെന്നോ ഒന്നും അല്ല ഈ വരുന്നവരൊക്കെ വിളിക്കുന്നത്, യു ഷുഡ് ഓൾ തിങ്ക് ഇൻ ഹ്യൂമൻ ഡയമെൻഷൻ. നമ്മളെല്ലാം ഈ എപ്പിക് ഡയമെൻഷൻസിലാണ്. നമ്മളുടെ കൂട്ട് സാധാരണ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കഥകളുണ്ടാക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അവിടെയുള്ളൊരു കഥ 5-ാം നൂറ്റാണ്ട് AD ഇവിടുന്ന് ഒരാൾ, അയാളുടെ പേര് ദാമു എന്ന, അയാൾ ഈ തലശ്ശേരി ധർമ്മടം ആ ഭാഗത്തുനിന്ന് കിഴക്കേ തീരത്ത് പോയി സൗത്ത് ചൈനയിൽ ചെന്ന് അവിടെ അദ്ദേഹം വലിയൊരു ആചാര്യനായിട്ട്, ഒരു ബൗദ്ധ സന്യാസിയായിട്ട് മാറി. അയാളാണ് താവോയിസം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ള പല ചൈനയിൽ പോവുകയും ഇങ്ങനെയുള്ള ചരിത്രങ്ങളിൽ താല്പര്യമുള്ളവരൊക്കെ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചൈനയിൽ ഞാൻ 3-4 തവണ പോയപ്പോൾ എനിക്ക് അവിടെ ഭാഷ അറിയുന്നവർ ഇല്ല. അപ്പം യു വിൽ ബി ഓൾവേസ് ഗിവൺ എ സ്വീറ്റ് ഗേൾ ടു ട്രാൻസ്ലേറ്റ് വാട്ട് എവർ യു വാണ്ട്. അവരൊക്കെ പുറത്ത് പഠിച്ചവരുമാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു ഈ കഥ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഡെറാം യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പയ്യൻ ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വന്നുകൊണ്ട് ഹി ബ്രോഡ് മീ എ ഡോക്യുമെൻറ്റ് സെയിങ് ദറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻ ചൈനീസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ദാമു ഹു വിസിറ്റഡ് ദെയർ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, എ സെയിൻറ്റ് ലൈക്ക് പേഴ്സൺ, എ മങ്ക്. ഇതിൻ്റെയൊക്കെ പേരുകളും കൺഫ്യൂഷനാണ്. ഇതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന സെയിൻറ്റ്, മങ്ക്, പ്രീസ്റ്റ് എന്നൊക്കെ. ഇത് കാരണം ഈ ഫിലോസഫിയൊക്കെ തന്നെ ഭയങ്കര റാഷണലായിരുന്നു. നോബഡി വാണ്ടഡ് ടു ബി നെയിംഡ് ഇൻ എ, അതിനാണ് ഞാൻ ഈ ശ്രമണ എന്ന് പറയുന്നത്. ബിക്കോസ് ദേ വെർ റാഷണൽ പീപ്പിൾ. എനിഹൗ ദിസ് ഫെലോ reached there and became very popular. And while we were going through a exhibition, she came and ran, see, I have seen the photograph of the person you were inquiring. അപ്പം ദാമുവിൻ്റെ പടം 15-ാം നൂറ്റാണ്ടിലെ ഒരു ചക്രവർത്തി വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ചിത്രം. ഷി ടുക്ക് മീ ദെയർ ആൻഡ് ഷോഡ് ഇറ്റ്. ഐ ഫോട്ടോഗ്രാഫ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ ഈ ചൈനയിലെ യാത്രയുടെ ഒരു സംക്ഷിപ്ത രൂപം കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ കവർ പേജായിട്ട് ഈ ദാമുവിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്. അത് ഫിലോസഫിക്കൽ ഡയമെൻഷൻ ഉള്ളതാണ്. എന്താണെന്നറിയാം, ഹി വാസ് സോ പീസ്ഫുൾ. ദിസ് ഇസ് രമണ. ഹി ടേക്സ് എ റീഡ് ആൻഡ് ഹി വാസ് ക്രോസിങ് ദ റിവർ. പുഴയിലേക്ക് ആ മുളന്തണ്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിന്നിട്ട് ഈ മുളന്തണ്ട് അയാളെ അങ്ങേ കരയിൽ കൊണ്ടുവന്നു എന്നാണ് ഈ 15-ാം നൂറ്റാണ്ടിലെ ചക്രവർത്തി വരച്ച ദാമുവിൻ്റെ പടത്തിലുള്ളത്. സോ ഇങ്ങനെയുള്ള ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഗ്രീസിൽ, സി ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി എസ്പെഷ്യലി ഡ്യൂറിങ് ദി ലാസ്റ്റ് 10 years to try to travel to every port site which probably had a connection. Now we specifically say there are nearly 40 locations. അവിടെയുള്ള പോർട്ട് സൈറ്റ്സിലൊക്കെ പോയി ഇറ്റ്സ് സോ സർപ്രൈസിങ് that many of the finds that we found here is identified there also. So the ancestors or Malayalis or you yourself or I myself, anyone is not what they think they are. They have a very, very different maritime expertise. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ മാരിടൈം എന്ന് പറയുമ്പോൾ ആക്ച്വലി വി വെർ മാരിടൈം പീപ്പിൾ. കാരണം എന്താ, ഈ സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ഈ കൊച്ചു ഭൂമിക്ക് ആവറേജ് 70 മുതൽ 80 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 30 മുതൽ ഏതാണ്ട് 120 കിലോമീറ്ററാണ്. അപ്പം അതിൻ്റെ ആവറേജ് എടുത്താൽ 70 കിലോമീറ്ററേ ഉള്ളൂ. ദാറ്റ് ഈസ് യു ആർ ഓൺ ദ കോസ്റ്റ് ഓഫ് എ ഓഷ്യൻ. അത് ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ അറബിക്കടലിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ 120 കിലോമീറ്ററിൻ്റെ സ്ഥലം എടുത്താലോ, ഈ സ്ട്രെച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരിയുടെ കിടന്ന് ദർ ആർ 44 റിവർ സിസ്റ്റംസ്, അതിൻ്റെ കൈവഴികൾ. പിന്നെ കര മുഴുവൻ റെയിൻ ഫോറസ്റ്റ്.
ദിസ് ഈസ് എ അമേസിങ് പിക്ചർ. ഈവൻ 100 years ബിഫോർ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പാലങ്ങൾ വന്നിട്ട് എത്ര കാലമായി? ഈയിടെ KFRI ആയിട്ട് ചേർന്ന് പാമ നടത്തിയൊരു പഠനത്തിൽ വി കൗണ്ടഡ് ഇറ്റ് ആസ് ടു 51,800 plus, say 52,000. Can you imagine? I could not imagine, only after seeing the map. Because they use satellite imaging systems, mean sea level, kind of, understanding the low-lying areas where water surrounds. And even Pattanam was one of those islands. പട്ടണം ഒരു Island ആയിരുന്നു. കാരണം they selected it so superbly. None of the known floods or tsunamis or whatever did not affect it. And there is a saying that 1341 മുസിറിസ് നശിപ്പിച്ചു പോയാൽ അതൊന്നും അത് ആളുകൾക്ക് എന്തും പറയാമല്ലോ. കാരണം മുസിറിസ് സീംസ് ടു ഹാവ് ഡിസപ്പിയർഡ് ബൈ 3rd century AD ബിക്കോസ് ഓഫ് അതർ റീസൺസ്. പലതരം ചേഞ്ചസ് ഉണ്ട്. റോമൻ എംപയർ ഡിക്ലൈൻഡ്. പിന്നെ ഇത്രയും പോർട്ടുകൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്. പട്ടണം മുസിറിസിന്റെ ഒരു ഭാഗമായിരുന്നു അതോ പട്ടണം തന്നെ? മുസിറിസിന്റെ ഭാഗമായിരുന്നു. രണ്ട് രീതിയിൽ അതിനെ അറിയപ്പെട്ടിരുന്നത്. ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിലാണ് മുസിറിസ് എന്ന്. നമ്മുടെ ഭാഷയിൽ അറിയപ്പെട്ടത് മുസ്രി പട്ടണം എന്നാണ്. ഈ പേരൊക്കെ ഡിറൈവ് ചെയ്ത് എങ്ങനെയാന്ന് ദാറ്റ് ഈസ് ഓൾസോ എ ഗസ്. വി ഡോണ്ട് നോ. അതിലും വിദേശികൾ ഗ്രീക്ക് ലാറ്റിൻ സോഴ്സസിലെല്ലാം വളരെ സ്പഷ്ടമായിട്ട് മുസിറിസ് ആണ്. ഈ കേരളത്തിൻ്റെ അല്ല, കിഴക്കിൻ്റെ. അപ്പോൾ നമ്മുടെ ഈ പുരാതന കേരളത്തിൽ ഒരുപാട് പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞത്ത് പോർട്ട് ഉണ്ടായിരുന്നു, കൊല്ലം ഒരു സമയത്ത് വലിയ പോർട്ടായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ ഡിക്ലൈനിന് ശേഷം കൊല്ലം പോർട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ആലപ്പുഴ ഉണ്ടായിരുന്നു, പട്ടണം. അപ്പോൾ ഉടനീളം കൊടുങ്ങല്ലൂർ, അങ്ങനെ ഏത് പീരീഡിലാണെന്നുള്ളതാണ് വി ഹാവ് ടു ആസ്ക്. ഏതായാലും പെരിപ്ലൂസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് നാവികൻ്റെയോ നാവികരുടെയോ അനോണിമസാണ്. അന്ന് നമ്മുടെ കൂട്ടി PJ ചെറിയാൻ ശാലിനിയിൽ നിന്നും പേരെഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദേ വർ റിയലി ഡിഫറെൻറ്റ് പീപ്പിൾ. നമ്മൾ ഈ ഇൻഡിവിജ്വലിസ്റ്റിക് വേയിലൊക്കെ കാര്യങ്ങളെ കാണുന്നതിൽ നിന്നൊക്കെ വളരെ അകലെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നിങ്ങൾക്ക് ഈ കാലത്തെ എല്ലാത്തിലും കാണാനാകും. സോ എനിഹൗ ദിസ് പെരിപ്ലൂസ് ഓഫ് ദി എറിത്രിയൻ സീ ഈസ് എ അനോണിമസ് sailors document in which they mention 4 ports on the southwestern coast, including probably Belita, വിഴിഞ്ഞമാകാം. These are, നമുക്കതിനെപ്പറ്റി ഭയങ്കര പ്രശ്നമാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് മുസിറിസ് ആണോ, അങ്ങനെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയല്ലോ. ഇത് മുസിറിസ് ആണോ? നമുക്ക് ധാരാളം പോർട്ടുകൾ ഉണ്ടായിരുന്നു വിവിധ സമയങ്ങളിൽ. ഉണ്ടായിരുന്നു. ബട്ട് ദിസ് സിൻസ് ഇസ് മെൻഷൻഡ് ഇൻ ഡിഫറെൻറ്റ് ലിറ്ററേച്ചർ, ഇറ്റ് വാസ് ബിക്കം ഓൾറെഡി. പിന്നെ എവിഡൻസ് ഇവിടെ കിട്ടിയപ്പം നൗ ഇറ്റ് ഈസ്, അപ്പോഴും ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഇതല്ല വേറെ. ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഈ പേരിൻ്റെ അകത്ത് കയറി പിടിക്കാതെ എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പം നമ്മൾ തെക്കൻ കേരള, ഇപ്പോഴത്തെ തെക്കൻ കേരളത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ഡിക്ലൈന് ശേഷമാണ് കൊല്ലം പോർട്ട് വന്നത്. അപ്പം അതുപോലെ ഓരോ സമയത്തും I have written an article with Chinese friends saying that മുസിറിസിൻ്റെ ഡിക്ലൈന് ശേഷമാണ് ഒരുപക്ഷെ കൊല്ലം എമർജ് ചെയ്യുന്നത്. മറ്റേതെല്ലാം സർവൈവ് ചെയ്യും. ബട്ട് ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോവുക എന്ന് പറയുന്നതിന് അതിനെല്ലാം ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഇത് വേണ്ടേ? ഇതിവിടെ നീ ആൾക്കാർ. സോ ദർ ആർ സോ മെനി ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. എന്തുകൊണ്ടാണ് മുസിറിസ് പ്രധാനപ്പെട്ടതാകുന്നത്? മൺസൂൺ വിൻസ് ബ്രോഡ് ദ ഷിപ്സ് ടു ദ പെരിയാർ റിവർ മൗത്ത്. ആ ഭാഗത്തേക്കാണ് വന്നത്. ആൻഡ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഐ ആം ഷുവർ ദി എൻറ്റയർ കോസ്റ്റ് ലൈൻ, വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ വാസ് നോൺ ആസ് മുസിറിസ്. അല്ലാതെ ഇന്ന് നമ്മൾ പഞ്ചായത്ത്, വാർഡ്, നമ്മൾ കൊടുങ്ങല്ലൂരെന്ന് തിരിച്ച് കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഇതെല്ലാം എൻറ്റയർ വെസ്റ്റ് കോസ്റ്റിനെ ആയിരിക്കാം മുസിറിസ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ മുഴുവൻ തീരങ്ങളെ ഒരു ഘട്ടത്തിൽ മുസിറിസ് എന്ന് വിളിച്ചിരുന്നു. കാരണം എന്താ? ദാറ്റ് ബിക്കെയിം ദ മേജർ പോർട്ട്. അപ്പം വിഴിഞ്ഞം, ഈ പറഞ്ഞ കൊല്ലവും, ഈ ടിൻഡിസും, ബെക്കാറെ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ബട്ട് യു ഷുഡ് ഹാവ് എവിഡൻസ് ഫ്രം ദ ഗ്രൗണ്ട്.
അവിടെ ഇതിപ്പം നമുക്ക് അവിടെ നിന്നേ കിട്ടുന്നുള്ളൂ. ദെൻ യു ആർ റെസ്ലിംഗ്. നമ്മൾ അതാ ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് വി ഹാവ് ടു ഡു ലോട്ട് ഓഫ് ഫീൽഡ് വർക്ക്, ലോട്ട് ഓഫ് സർവേസ്, ആൻഡ് ദെൻ ബ്രിങ് ഔട്ട് ടാഞ്ചിബിൾ എവിഡൻസ്. അതിങ്ങനെ യാദൃച്ഛികമായി ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും. അപ്പോൾ ഇതൊരു പ്രധാന പോർട്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? ആംഫോറ വന്ന പോലെ തന്നെ 2 എണ്ണത്തിൻ്റെ കാര്യം വേണേൽ പറയാം. തോണി കിട്ടി. തോണി കിട്ടി. തോണി പക്ഷെ നമ്മുടെ നാടൻ അഞ്ഞിലിയ. പക്ഷെ അതൊരു ഒറ്റത്തടിയിൽ തീർത്തതാണ്. അതെ, അല്ല അത് ഡെഫിനറ്റ്ലി അതിനോട് അസോസിയേറ്റ് ചെയ്ത് ബൊട്ടാണിക്കൽ സാമ്പിൾസും പാത്രകഷ്ണങ്ങൾ ഈ ചൈന മുതൽ അറ്റ്ലാന്റിക് വരെയുള്ളത് കിട്ടുന്നുണ്ട്. ഇനി അതും പോരായെങ്കിൽ കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ എനിക്ക് തോന്നുന്നത് 3 സയൻറ്റിസ്റ്റുകൾ, ദേ വെർ ഓൾസോ ഫീമെയിൽസ്, വിമൻ സയൻറ്റിസ്റ്റ്. ഐ തിങ്ക് ദാറ്റ് ദർ വാസ് സം ഗ്രേസ് അബൌട്ട് ഇറ്റ്. ഇതെല്ലാം എങ്ങനെയാണ് വന്ന് ഭവിക്കുന്നത്? 2020 ഒരു ഇൻറ്റാഗ്ലിയോ കിട്ടി, മോതിരമുദ്ര കുഴിച്ചെടുത്ത, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന, വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു ആളിൻ്റെ. കാരണം ഞാനിത് കുഴിക്കാൻ ചെന്നുടനെ KCHR പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴൊരാൾ എന്നെ കൈ പിടിച്ചുകൊണ്ട് പോയി അയാളുടെ പറമ്പിൽ കുഴിപ്പിക്കുക ചെയ്തത്. അവിടെ കുഴിക്കാൻ ഒരു സാധനമില്ല, മുഴുവൻ പച്ചക്കറികളാണ്. അപ്പോൾ അയാൾ 10 മൂട് ഒരാൾ പൊക്കമുള്ള കപ്പ പിഴുത് കളഞ്ഞിട്ട് അവിടെ കുഴിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇളകി വന്ന ഒരു സാധനമാണ് ഒരു മോതിരമുദ്ര. അയാളുടെ തന്നെ അനന്തരവേള ഷി വാസ് വോളണ്ടറിങ് ആൻഡ് സീവിങ് ഇറ്റ്. ഇത് നമ്മൾ കണ്ടോണ്ടേ അതിനകത്ത് ഒരു സ്ത്രീയുടെ മുഖവും ഉടല് സിംഹത്തിൻ്റെയും ഒരു ചിത്രം ഉണ്ടായിരുന്നു. നേരത്തെ 2 ഇൻറ്റാഗ്ലിയോ കിട്ടിയിട്ടുണ്ട്. എൻ്റെ രസം ഈ മെറ്റീരിയൽ ഇന്ത്യനാണ്, പക്ഷേ അതിൻ്റെ തീമില്ലേ, സിമ്പൽ, അത് നമ്മുടെ നാട്ടിലേ അല്ല. അപ്പോൾ ഇത് ഒബ്വിയസ്ലി ഇത് നമ്മുടേതല്ല. കാരണം ഇവിടെ സിംഹം സൗത്ത് ഇന്ത്യയിലില്ല. അക്കാലത്തുണ്ടായിരുന്നോന്ന് അറിയില്ല, 2000 വർഷം മുമ്പ്. ഏതായാലും ഇപ്പം ഗീർ ഗുജറാത്തിലേ ഉള്ളൂ. സോ ദിസ് സിമ്പൽ വാസ് കൺഫ്യൂസിങ്. ആൻഡ് വി ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റുഡ് ഇറ്റ് ആസ് എ സ്പിങ്സ്. അവിടെയാണ് ജൂലിയോ റോക്കോ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് റോമിൽ, ഞാൻ നമ്മുടെ ഈ പറഞ്ഞ വലിയ കളക്റ്റീവ് ഓഫ് സയൻറ്റിസ്റ്റ് അക്രോസ് ദ വേൾഡ് പാർട്ട് ഓഫ് ഇറ്റ്. അവരിൽ ഒരാൾ എഴുതിയ ഉടനെ ഇമ്മീഡിയറ്റ്ലി വി ഗോട്ട് 2-3 names. And Giulio Rocco was a specialist in studying these intaglios. She took 3 months to tell us that this is so similar to the one owned by Octavian or Augustus Caesar, the first Roman emperor. This is amazing. അത് പിന്നെ ആ സിമ്പലിനുള്ള മീനിങ്സോ, അത് 8ാം നൂറ്റാണ്ട് BC ഗ്രീസിൽ സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായ ഒരു വലിയ സങ്കല്പമാണ്. എനിവെയർ ഇൻ ദ തീബ്സ് സിറ്റി, തീബ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും കോതമംഗലോ അടിമാലിയോ എന്നൊക്കെ പറയുന്ന മാതിരി ആനുമുടി പോലൊരു മലനിരകളുണ്ട്, ബൊയ്ഷ്യൻ മൗണ്ടൻസ് എന്ന് പറയും. അവിടെയാണ് ഈ സ്ഫിങ്സ് ജീവിക്കുന്നത്. നഗരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ഒരു പുരുഷൻ ഉപദ്രവിക്കുന്നു എന്ന് ബോധ്യമായാൽ ഈ സ്ഫിങ്സ് വന്ന് അവനെ രാത്രി അടിച്ചോണ്ട് പോകും. So she became a symbol of honor, dignity, courage, giving confidence to all the women in the Mediterranean region. She became a great oracle എന്നൊക്കെ പറയില്ലേ. എല്ലാവരും കുഞ്ഞുങ്ങളുടെ കയ്യിലല്ല, ആണോ പെണ്ണോ എന്നുള്ളതല്ല, ഇതിൻ്റെ ചിഹ്നം കൊടുക്കും. അഗസ്റ്റസ് സീസറിൻ്റെ കയ്യിലും അയാളുടെ സ്റ്റെപ്പ് മദർ ഇട്ടുകൊടുത്ത ചിഹ്നമായിരുന്നു എന്നും അതുണ്ടാക്കിയത് ഒരു പക്ഷേ കേരളത്തിലെ ഏതോ ആർട്ടിസ്റ്റ് പട്ടണത്തൊന്നും ഉണ്ടാക്കിയതെന്നുമാണ് ജൂലിയോ റോക്കോ വളരെ അത്ഭുതകരമായി നമ്മളോട് പറയുന്നത്. സോ ദിസ് ഈസ് അമേസിങ്. ഐ ഹാവ് റിട്ടൺ എ പേപ്പർ, ദ ഗ്രീക്ക് ഷീ സ്പിങ്സ് ദാറ്റ് ഫ്ലൂ ഓവർ റെഡ് സീ ആൻഡ് റിട്ടേൺഡ് ആസ് എ ഇൻറ്റാഗ്ലിയോ. കാരണം ഇതിവിടെ വന്നൊരാൾ കഥ പറയുമല്ലോ, കഥ പറഞ്ഞിട്ട് ഈ കഥ പറയുമ്പോൾ ഈ കഥയെല്ലാം പറയുമല്ലോ. സ്ത്രീകളുടെ മാന്യതയെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ സമൂഹത്തിലുണ്ടായ വലിയ, ഞാൻ ചിലപ്പോൾ ഇത് കരിമ്പൂതത്തിൻ്റെ
ഒക്കെ അപ്പൊ നമുക്കുണ്ടല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നല്ല ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ സ്ത്രീകൾക്കൊരു ഉന്നത സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഡെഫിനറ്റ്ലി. അതേ സാഹിത്യം വായിച്ചാൽ വി റെഗുലർലി ടേക്ക് ഓൺലൈൻ ക്ലാസ്സസ്. അതൊരു വൈദേഹി ഹെർബർട്ട് എന്ന് പറഞ്ഞ അമേരിക്കൻ ബേസ്ഡ് ഒരു 50 വയസ്സായ ജീവിതം ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സംഘസാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതപൂർവ്വമാക്കിയവരാണ്. ഷോ she says how dignified the women of Sangam age were. They were really looked as, for all their potential. ഇപ്പം നമ്മൾ ബയോളജിക്കലി തന്നെ we consider, female are much superior compared to the insecure, kind of, because they say it's biological. And so they could understand all these things from a different angle. Then there is another lady, her name is Mary Annie Bergman. She identified a statue head. It is the Domitian's head. റോമൻ ചക്രവർത്തിയായ 81 AD മുതൽ 96 AD വരെ രാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന ആള് ഭയങ്കര ക്രൂരനായിരുന്നു അത്രേ. അയാൾ എല്ലാവരെയും കൊല്ലുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് കുറേ. അപ്പോൾ റോമൻ ജനത സെനറ്റെല്ലാം കൂടെ തീരുമാനിച്ച് രഹസ്യമായിട്ട് ഇയാളെ കൊല്ലണമെന്ന്. കൊല്ലുക മാത്രമല്ല, ഇയാളുടെ ഓർമ്മ ഇനി സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതി അയാളുടെ മുഴുവൻ സ്റ്റാച്യു ഹെഡ്സും അയാളുടെ സ്കൾപ്ചർ, ഇത് റോമക്കാർക്ക് അതൊരു ഇതായിരുന്നു. അവരുടെ ഒരു പ്രത്യേക സ്റ്റുഡിയോ ഉണ്ടാവും, ഒരു പ്രത്യേക തരത്തിലുള്ള തല. ഈ ഡൊമീഷ്യൻ്റെ തല അവരുടെ ലോകത്തുനിന്ന് മാറ്റി, തുടച്ചു മാറ്റി. പക്ഷെ പട്ടണത്തു നിന്ന് പറഞ്ഞ ഇളകി വന്ന്. That is amazing. Those who are dictators, it's a warning. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ലിപികൾ കിട്ടിയിട്ടുണ്ടോ? ലിപികൾ, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. 45 ലക്ഷം പാത്രകഷ്ണങ്ങളാണ് 67 കുഴികളിൽ നിന്ന് കിട്ടിയത്. വി ഡോണ്ട് ഗെറ്റ് എനി ലിപി അതർ ദാൻ ബ്രഹ്മി, ഐസൊലേറ്റഡ് 1 or 2 words. നോ റോമൻ, നോ അറബിക്. ഇത്രയും 40 സമൂഹങ്ങളില്ല, അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കീഴടി ഖനനത്തിലൊക്കെ കിട്ടിയ പോട്ടറീസിലൊക്കെ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. ലിഖിതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ലിഖിതങ്ങൾ ഒരു ലിഖിതയേ ഉള്ളൂ. ഞാൻ അതിനെ ഓവർ എംഫസൈസ് ചെയ്യാനാണ് ഈ 45. ഒരെണ്ണത്തിലൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് അമണ. അമണ എന്ന് പറഞ്ഞാൽ എന്താ? അമണ എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം ഞാനത് റിസർച്ച് ചെയ്യുമായിരുന്നു. കാരണം കുഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ അമണ എന്ന് പറഞ്ഞാലാണ് ശ്രമണ എന്ന സംസ്കൃത അല്ലെ പാലി ഭാഷയിലുള്ള ശ്രമണ, അതിൻ്റെ തമിഴ് ഭാഷയാണ് അമണ. അത് മരിച്ചുപോയ ഐരാവതം മഹാദേവൻ സാറാണ് പറഞ്ഞത്. ഇത് ബുദ്ധ ജൈന അജ്വിക പാരമ്പര്യങ്ങളിലെ ഒരു ശ്രേഷ്ഠനായ മൗനിയായ ഒരു ഗുരുനാഥൻ്റെ വലിയ മൺപാത്രത്തിൻ്റെ വക്കിൽ എഴുതിയിരുന്ന ഒരു. സോ ഐ സ്റ്റാർട്ടഡ്. ഇവിടെ ഞാൻ ക്യൂരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പം അന്ന് അമർനാഥ് രാമകൃഷ്ണ സാറ് സയൻസ് ടോക്കിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു അന്ന് എല്ലാ പോട്ടറികളിലും പേരെഴുതും. അപ്പം അവിടെ അന്ന് ജീവിച്ചിരുന്നവർക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. അപ്പം ഇവിടെ ഒരു പോട്ടറിയിലെ ഒരു വാക്കേ കിട്ടിയിട്ടുള്ളെങ്കിൽ അതിന് 2 പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. അതായത് എഴുത്തറിയാവുന്നവർ വളരെ ലിമിറ്റഡ് ആയിരുന്നു ഒന്നുകിൽ, അല്ലെങ്കിൽ എല്ലാവരും സ്വയം ഈ അമണ എന്ന് രേഖപ്പെടുത്തിയിരുന്നതാണോ? തുല്യരായിരുന്നു. ഇത് രണ്ടുമല്ല. The possibility is that they had a more sophisticated perishable medium on which they were writing. ഈ മൺപാത്രത്തിൽ എഴുതുക എന്ന് പറയുന്നത് അത്ര സോഫിസ്റ്റിക്കേഷനുള്ള സാധനമല്ല. നമുക്കുണ്ടല്ലോ പാം ലീവ്സ് ഉണ്ട്, പാപ്രസ് ഉണ്ട്. പാപ്രസ് എന്ന് പറഞ്ഞാൽ 120 കപ്പലാണ് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ 2-ാം നൂറ്റാണ്ട് AD മുസ്രിസിലെ ഒരു കച്ചവടക്കാരനും അലക്സാണ്ട്രിയയിലെ ഒരു ബാങ്കറും തമ്മിൽ എഴുതിയ രേഖയുണ്ട്, അത് പാപ്രസിലാണ്. ഈ കോൺട്രാക്റ്റിൽ ഗ്രീക്കാണ്. അത് ഇന്റർനാഷണൽ ഇതല്ലേ. നമ്മളിപ്പോൾ കേരളം ഒരു കോൺട്രാക്ട് എഴുതുന്നത് ഇംഗ്ലീഷിലല്ലേ എഴുതും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ ലിപി അത് ഏത് ഭാഷയിലാണ്? അത് ബ്രഹ്മിയിലാണ്. ലിപിയാണ്.
ദാറ്റ് പഴന്തമിഴ് എന്ന് പറയുന്ന ഈ ഈ ഈ- ഈ സമയത്തെ ഭാഷ അത് തന്നെയാണ്. കാരണം ഈ സംഘകൃതികളെല്ലാം അതിൻ്റെ അകത്താണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ബ്രഹ്മിയും തമിഴി എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ വേരിയേഷൻസ് വിച്ച് പീരീഡ് യു ആർ ടോക്കിംഗ് അബൌട്ട്. There are so many variations. I don't know whether one should go into such details because we know the peak phase of this fort was from 300 BC, 300 AD, when Tamil, the Paran Tamil was the language and Brahmi was the script. So I think we need to clarity ഉള്ള മേഖലയിലേക്ക് പല പദങ്ങൾ ഉപയോഗിച്ച്, ആൻഡ് ഐ ആം നോട്ട് എ എക്സ്പെർട്ട് ടു ക്ലാരിഫൈ തമിഴി. സി എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഈ 3 തലമുറയ്ക്ക് അപ്പുറം കാര്യങ്ങളെ അറിയാൻ വയ്യാത്ത മനുഷ്യർ 2000 വർഷത്തെ പറ്റി അങ്ങനെ പറയുമ്പോഴേ ഇതെല്ലാം നമുക്ക് നാക്കൊണ്ടുകൊണ്ട് എന്തും പറയാം. ബട്ട് വിച്ച് പീരീഡ്? ഐ എം ടോക്കിംഗ് ഓൺലി അബൌട്ട് ദിസ് 600 years because 300 BC to 300 300 AD, and that was the most sophisticated period as far as literature is concerned. As far as genetic evidence എന്താ, 12 എല്ലും കഷ്ണം കൊടുത്ത് ഈ മനുഷ്യർ എവിടുന്ന് വന്നതാന്ന് പറയാം. എവിടുന്നാണ്? 3 പേര് യൂറോപ്പിൽ നിന്ന്, 4 പേര് ആഫ്രോ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ, ഇന്നത്തെ മെഡിറ്ററേനിയന് മുകളിലോട്ടും ബാൾട്ടിക് വരെയും, പിന്നെ ഈ പറഞ്ഞ ഈജിപ്റ്റ്, സുഡാൻ, അങ്ങനെ എത്യോപ്യ, ആ ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗം. 4 പേര് സൗത്ത് ഏഷ്യയിൽ നിന്ന്. നമ്മുടെ ഈ പ്രദേശത്ത് നിന്നുള്ള അത് സൗത്ത് ഏഷ്യ. ഏഷ്യ. സൗത്ത് ഏഷ്യ എന്നുള്ളവരാണ് 4 പേര് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആകെ ഇത്രയേ കിട്ടിയുള്ളൂ. 12 കഷ്ണം കൊടുത്ത് പക്ഷെ 11. അത് ഇന്റർനാഷണൽ ആയിട്ട്, അത് ഇന്റർനാഷണൽ ആണ്. ഇതൊരു ഹബ്ബാണ്. ഇതൊരു ഹബ്ബാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിംഗപ്പൂർ പോലൊരു മേജർ ഹബ്ബായിരുന്നു. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി. ഇത് മാത്രമല്ല, they came and lived here. There was no caste or any kind of differences. പാസ്പോർട്ട് വേണ്ട. അതുകൊണ്ടാണ് ഈ ശ്രമണ എന്നുള്ള അല്ലെങ്കിൽ അമണ എന്നുള്ള ഫിലോസഫി ഓരോ മനുഷ്യരുടെയും പ്രാഥമികമായ പരിഗണനകളായിരുന്നു. അൻപ്, ഉണ്മൈ, പട്ടു, പകുത്തറിവ് എന്ന് പറയുന്ന അതൊരു പരിഗണന, കൽപ്പനയൊന്നുമല്ല. യു ക്യാൻ കൺസിഡർ. അൻപ് മീൻസ്, ഞാനിതും പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് ഗവേഷണം ചെയ്തുമായിരുന്നു. എന്ത് അൻപെന്ന് പറഞ്ഞാൽ ഇപ്പം 20ാം നൂറ്റാണ്ടിലെ അർത്ഥം ഇതിന് ശരിയാവില്ല. അവിടെയാണ് ഐ ലിവ് ഓൺലി എ ഫ്യൂ ഇയേഴ്സ്. അപ്പോഴാണ് ഞാൻ ഈ വൈദേഹി ഹെർബർട്ടിനോടും KV ബാലസുബ്രഹ്മണ്യനോടും ഇത് അരച്ച് കലക്കി ധാരാളം ആൾക്കാരോട് ചോദിച്ചിട്ട് ഐ എം ആസ്കിങ് ദ മീനിങ് വാട്ട് വാസ് ഇൻ എക്സിസ്റ്റൻസ് ഫ്രം 300 BC to 300 AD. അപ്പോഴേ പറഞ്ഞത് ഹ്യൂമിലിറ്റി, എളിമ, എല്ലാവർക്കും ബേസിക്കായിട്ട് വേണ്ട പ്രാഥമികമായ അന്നത്തെ സ്വാഭാവിക വിശേഷമായിരുന്നു എളിമ. ഇപ്പോൾ 1 പറഞ്ഞാൽ 2 പറഞ്ഞാൽ വഴക്കാവില്ലേ? അവർക്കത് പറ്റില്ല. ദേ ന്യൂ. ഉണ്മയെന്ന് പറഞ്ഞാൽ എന്താ? ദർ ആർ 2 റിയാലിറ്റീസ് ടു ദം. ഒന്ന് പുറത്തൂടെ, ശാലിനി, ഐ സീ യു ഫ്രം ഔട്ട് സൈഡ് ബട്ട് ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഈസ് യുവർ ഇന്നർ ട്രൂത്ത്. സെയിം വിത്ത് മീ. And they valued both. But I think if they wrote 100 poems, 10 poems were Puram poems, 90 were Agam poems. ഈ അകത്ത് നടക്കുന്ന പ്രക്ഷാളനമില്ല, അതിനെപ്പറ്റി അവർക്ക് ഭയങ്കര. സോ സെക്കൻഡ് വാസ് ഇന്നർ ട്രൂത്ത്, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ ഇംഗ്ലീഷ് പറയില്ലേ, അതാണ് അവർക്ക്. 3ാമത്തത് വാസ് പട്ര്. അതിന് പാസം എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ദീസ് തമിഴ് എക്സ്പെർട്സ്, നോ പാസം ഹാസ് സാൻസ്ക്രിറ്റ് ഇൻ ഇറ്റ്. തമിഴ് വാസ് വെരി ഡിഫറെൻറ്റ്. പട്ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്മിക് അഫെക്ഷൻ, ഇറ്റ് ഈസ് കോസ്മിക് അവയർനെസ്, പ്രപഞ്ചം. ഓൾ ദെയർ ഗോഡ്സ്. നാലാമത്തത് പകുത്തറിവ്. പകുത്തറിവ് മീൻസ് rational thinking. What is rational thinking? Romila used to say rational thinking means logical, analytical, creative and autonomous way of thinking and doing things. യുക്തിപൂർവം വിശകലനശേഷി ഉപയോഗിച്ച് സ്വയം നിർണയ അധികാരത്തിൽ നിങ്ങൾ സൃഷ്ടിപരമായി കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ദിസ് ഹോമോസാപ്പിയൻസിൻ്റെ
ബലം അതാണ്. ഇവിടെ സയന്റിഫിക് മെത്തേഡ് അങ്ങ് യൂറോപ്പിലൊന്നും അല്ല, കേരളത്തിൽ തന്നെ. അമേസിങ് വേ ഓഫ് യുനോ തിങ്കിങ് ആൻഡ് ഡൂയിങ് തിങ്സ്. നിങ്ങൾ വിനയപ്പെടുക എന്ന് പറഞ്ഞാൽ ഓൾ ദീസ് തിങ്സ് ഹാസ് ടു കം വിത്തിൻ യു. വെൻ യു സേ സംതിങ്, വെൻ യു ഡൂ തിങ്സ്, അൻപ് ഉണ്മൈ പற்று ഇതൊക്കെ പകുത്തൽ. തന്നെയല്ലേ ബുദ്ധിസത്തിന്റെ അടിസ്ഥാനം? ബേസിക്കലി അതാണ്. ശ്രമണ കെയിം ഫ്രം ബുദ്ധിസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ബുദ്ധിസം, ജൈനിസം, ഇതെല്ലാം കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ദേ നെവർ ഡിഫറൻഷിയേറ്റഡ്. ദേ വേർ സെവറൽ പീപ്പിൾ ഹൂ ഓരോ അണുവിലും നമുക്കൊരു പ്രപഞ്ചത്തെ കാണാം. കാണാം. അല്ല, ഞാനീ പറയുന്നത് ബുദ്ധനിലേക്ക് ഊന്നി നിന്നുകൊണ്ട് ബുദ്ധിസം എന്നൊക്കെ പറയുന്നതിൽ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ശ്രമണമെന്നോ അമണമെന്നോ പറയണം. കാരണം there was no membership on the basis which Buddhists ഉണ്ടായി. 2000 വർഷം 300 AD ശേഷം അതുണ്ടായി. So one should be careful when you go back to this period to say, കാരണം ഈ അശോകനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ ഹാഡ് ദിസ് വാട്ട് വി ഡു ടുഡേ. നായർ, ഈഴവ, പുലയ, പറയാ എന്നൊക്കെ പറയുമ്പോൾ, ക്രിസ്ത്യാനി, മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, വേലിയില്ലേ? അപ്പോൾ ആരാണ് ആധുനികർ, ആരാണ് പ്രാകൃതർ എന്ന് ഇപ്പം നമ്മൾ തിരിച്ച് ആണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് ഓൾസോ ക്ലിയർലി റേസ് ദിസ് ക്വസ്റ്റ്യൻ. Even Chomsky once said, if you want to save yourself and even the planet from destruction, go back to your indigenous ancestors, learn from them. They were cosmic. That is a powerful way of putting it. നമ്മളുടെ ഒരു യൂറോസെൻട്രിക് നോളജിൻ്റെ ഒരു വലിയ പരിമിതിയാണ്. നമ്മൾ ഫ്രം ബാർബറിസം വി കെയിം ടു സിവിലൈസേഷൻ. നോ, ഇറ്റ് കുഡ് ബി ദ റിവേഴ്സ്. സിവിലൈസേഷനിൽ നിന്ന് ബാർബറിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. അവിടെയാണ് ഈ ആദിമകാലത്തെ പഠനങ്ങൾ എത്രയും ആഴത്തിലേക്ക് പോയാലുള്ള. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ എന്തുകൊണ്ട് ഹിസ്റ്ററി പഠിക്കണം, ആർക്കിയോളജി പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണം ഹിസ്റ്ററി എപ്പോഴും ഒരു റൂളേഴ്സിൻ്റെ ബയോഗ്രഫീസ് അടിസ്ഥാനപ്പെടുത്തി. പക്ഷെ ഒരു സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കിയോളജിയിലൂടെയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആർക്കിയോളജി പഠിക്കണം, നമ്മുടെ പൂർവികരെ എന്തുകൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ ആൻസറും കൂടിയല്ലേ സാർ പറയുന്നത്? I tend to say something like a basic necessity of we ourselves asking, who am I? You are happy to have your nuclear family identities. നമ്മൾ അപേക്ഷ കൊടുക്കാതാണല്ലോ ഓരോ മതത്തിലേക്കും വന്ന് ജനിക്കുന്നത്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ കംഫർട്ടബിളാണ്, ആവശ്യമായ കുറേയൊക്കെ ഉത്തരങ്ങൾ തരും. പക്ഷേ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്കിലും ഒരു തോട്ട് എക്സ്പെരിമെൻ്റിലും ഓരോ കുഞ്ഞും, പ്രത്യേകിച്ച് ഇന്ന് ജെൻസിക്കൊക്കെ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്, ദേ വിൽ സ്റ്റാർട്ട് ആസ്കിങ്, who am I? I know my parents, I know my grandparents, but before that, who am I? നാച്ചുറലി അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കഷ്ണമായിട്ട് എൻജിനീയർ, ഡോക്ടർ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഇങ്ങനെ. No, you are a homo sapien. You have every reason to understand through material evidence as well as intangible evidence. Then you will become naturally ഒരു അന്വേഷകയായേ മതിയാവും. അത് ഫുൾ ടൈം അങ്ങോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു കുട്ടി സാറിനോട് ചോദിക്കുകയാണ് നമ്മുടെ പൂർവികരാരായിരുന്നു, അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗുകാർ അല്ലെ സയൻസുകാരൊക്കെ ചോദിക്കുകയാണ്, നമ്മൾ ഭാവിയിലേക്ക് ജീവിക്കാൻ നമുക്ക് സയൻസും ടെക്നോളജിയിലേക്കും അല്ലേ മുന്നേറേണ്ടത്, അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഹിസ്റ്ററിയും ആർക്കിയോളജിയൊക്കെ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പേരൻ്റ് ഒരു കുട്ടിയോട് ചോദിക്കുക, ഹിസ്റ്ററി ഹിസ്റ്ററി പഠിച്ചാൽ എന്ത് ജോലി കിട്ടും? അപ്പം നമ്മുടെ ജോലി അനുസരിച്ചല്ലേ നമ്മൾ എഡ്യൂക്കേഷനിൽ മുന്നേറേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളിൽ സാറ് എന്താണ് പ്രതികരിക്കുന്നത്? എൻ്റെ തല പുകയുന്നുണ്ട്. കാരണം ഇതൊന്നും ആ കുട്ടിയുടെ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചിലപ്പോൾ കുട്ടിയോട് ചോദിക്കും, ഏത് കാലത്തെ പൂർവികരെയാണ് കുട്ടിക്ക് അറിയേണ്ടത്?
ഞാൻ കേരളത്തിലേക്ക് ജനിക്കണമെന്ന് അപേക്ഷ കൊടുത്ത് വന്നിട്ടുള്ള ആളല്ല. അപ്പോൾ എനിക്ക് ഒരു പൂർവികത പറയാനുള്ളത്, ഞാൻ ഹോമോസാപ്പിയനിലേക്ക് പോകും. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ 3 മില്യൺ വർഷങ്ങളാണ്. അപ്പോഴേ ഈ സമർത്ഥനായ കുട്ടി എന്നോട് ചോദിക്കുന്നു, എനിക്ക് ഹ്യൂമൻസ് മുതലറിയാം. അപ്പോൾ ഹി വിൽ ഗോ 8 മില്യൺ. സോ ഇറ്റ് ഈസ് എ ഡീപ്പ് ക്വസ്റ്റ്യൻ. സംടൈംസ് ചിൽഡ്രൻ ആസ്ക്, ഹു ആം ഐ? അപ്പം അതിന് ഉത്തരം പറയേണ്ടത് ശരിക്ക് അന്വേഷണത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു 300 BC 300 AD കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു 3 മില്യൺ വർഷം ഇവർ ഹണ്ടിങ് ഗ്യാതറിങ് ആൾക്കാരായിരുന്നു. നൗ ഐ സ്റ്റാർട്ടഡ് ഇമാജിനിങ് ദാറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം ഓഫ് ബാലൻസ്. അപ്പോഴാണ് യൂറോസെൻട്രിക് അല്ലെങ്കിൽ നമ്മുടെ ഈ നോളജ് സെൻട്രിക് ലോകം മുഴുവൻ ഇതേവരെ പ്രാകൃത ചരിത്രമൊന്നും. പിന്നെന്താ മലയാളത്തിൽ പറയുന്ന വേറൊരു വാക്കുണ്ട്. ഈയിടെ ഒരു പുസ്തകത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, പ്രാചീന ചരിത്രം, പ്രിമിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ആദിമ ചരിത്രത്തിന് സ്വാഭാവികമായിട്ട് കേരളത്തിൽ പറയുന്നൊരു സാധനമാണ്. പ്രാചീനം, പ്രാകൃതം എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അത്. സോ ദീസ് തിങ്സ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പുതിയ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പൂർവികത ഇപ്പോഴത്തെ മനസ്സിലാക്കലിൽ വളരെയധികം സുപ്പീരിയറായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് ഈ 4 ഗുണങ്ങൾ ഈ 3-ാം നൂറ്റാണ്ട് BC 3-ാം നൂറ്റാണ്ട് AD വരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ദർ വിൽ ബി എക്സെപ്ഷൻസ്. പ്രിഡോമിനൻ്റ്ലി ദീസ് പീപ്പിൾ പ്രാക്ടീസ്ഡ് അൻപു ഉണ്മൈ പട്ടു പകുത്തറിവ്. ഇപ്പോഴും ഓരോ വ്യക്തി എടുത്താലും കഴിവതും അവർ ജീവിതത്തിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ എവിടെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ മൊത്തം സമൂഹം തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഒരാളെ എടുത്തു വെച്ച് ഈ വിശകലനം ചെയ്യുകയാണ് നമ്മളുടെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം. ദേ നെവർ ഡിഡ് ദാറ്റ്. ദേ ന്യൂ എനി ഇൻഡിവിജ്വൽ whatever extent he goes is nothing but a creation of his circumstances. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫ് ജേർണിയാണ് നിശ്ചയിക്കുന്നതും അതിലെ സത്യസന്ധത എന്നുള്ളത് ഒരു ഭയങ്കര ഫാക്ടറാണ്. യു ഹാവ് ടു ബി, ഈ ഉള്ളിലെ നേരെന്ന് പറയുന്നത് അത് പിടിച്ചുകൊണ്ട് വേണം യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ എ തോട്ട് എക്സ്പെരിമെൻറ്റ് കീപ് ലിറ്റിൽ എവേ. എല്ലാം അഴിച്ചു വെച്ചിട്ട് യു ഷുഡ് ഗോ ടു സെർച്ച് ഫോർ യുവർ ആൻസസ്റ്റേഴ്സ്. അതിനിന്ന് ഇമ്മൻസ് ഹെൽപ്പാണ് ശാസ്ത്രം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് എൻക്വയറി ഇൻ ടു ദ ഡീപ്പ് പാസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹു ആം ഐ ഓൾസോ, ഹു യു ആർ. കൂടുതലും നമ്മൾ അന്യരാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ തുടർച്ചയായ യാത്രകൾ. അപ്പോൾ കൂടുതൽ സമയത്ത് യാത്രകളിലായിരുന്നിരിക്കുമല്ലോ. അപ്പോൾ ഈ കടലിലൂടെയുള്ള യാത്രകൾക്ക് ദിശയൊക്കെ അറിയാനും ഒക്കെ ഇവർ എത്രമാത്രം സയൻറ്റിഫിക്കലി മുന്നേറിയിരുന്നു, അതിന് പറ്റിയ എന്തെങ്കിലും ടൂൾസൊക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നോ? അപ്പം കപ്പൽ ഗതാഗതത്തിന് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള അല്ലെ ഗണിതശാസ്ത്രപരമായി ഇവർ മുന്നിലായിരുന്നോ? നമ്മുടെ ആ അന്നത്തെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുന്ന അസ്ട്രോണമിയെ പറ്റി ശരിക്കുള്ള ഇൻസൈറ്റ്സ് ലിറ്ററേച്ചറിൽ നിന്ന് ധാരാളം കിട്ടുന്നുണ്ട്. ടൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ഇത് കണ്ടംപററി വേൾഡാണല്ലോ. ഞാൻ ഈ ലോകത്ത് പോയ സൈറ്റിൽ ലോകത്ത് ഒത്തിരി കഥകളുണ്ട്, ഒത്തിരി ചരിത്രമുണ്ട്. ഞാൻ പറയും എനിക്ക് 300 BC 300 AD എവിടെയുണ്ട് മ്യൂസിയം, എവിടെയുണ്ട് വസ്തുക്കൾ. കാരണം ഇവർ കണക്റ്റഡ് ആണെന്ന് ഇപ്പം വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഒരു കോസ്മിക് അവയർനെസ് അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 5 ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കി അടയാളപ്പെടുത്തിയ മനുഷ്യരാണ് ഈ 300 BC 300 AD ജീവിച്ചിരുന്നവർ. ക്യാൻ യു ഇമാജിൻ? അതിനും വളരെ മുമ്പ് തന്നെ ബാബിലോണിയൻസ് ദേ ഓൾസോ ന്യൂ ദിസ് കോസ്മോസ് by naked eyes and their astronomy was equally good. അപ്പോൾ
ഈ നാവിക ഈ അനന്തം അജ്ഞാതം അവർണ്ണനീയമായ കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൂര്യനെയും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഈ 10,000 കിലോമീറ്റർ അലക്സാണ്ട്രിയയിൽ വരെ പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ ഈ മെഡിറ്ററേനിയൻ കടലിലേക്കും. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ്. There was a professor called S.R. Sharma. I used to have regular correspondence with him. He was very senior. He was working on this special aspect you asked about. So he says their mathematics and their calculation with regard to the cosmic movement and in which the micro location in which you operate your small life, they had great perceptions. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ഈ ഹെൽത്ത് സെക്ടർ, അവരുടെ ഈ മരുന്നുകൾ, അങ്ങനെ ചികിത്സയൊക്കെ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ തേക്കും ഈട്ടിയും സുഗന്ധദ്രവ്യങ്ങളെന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റോക്കാണ്. സി ദീസ് പീപ്പിൾ വെയർ സയൻറ്റിസ്റ്റ് ഓഫ് എ വെരി ഡിഫറെൻറ്റ് ലെവൽ. ഞാൻ കരുതുന്നത് മുഴുവൻ ഇവിടുത്തെ വൈദ്യമില്ലേ, വൈദ്യം അന്വേഷിച്ചാണ് ഈ നാട്. ആയുർവേദം എന്ന് അന്ന് ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് പറയുന്ന ആദ്യ ആയുർവേദം എന്നാണ്. കാരണം നമുക്കറിയാവുന്ന മധ്യകാലത്തിലെ ഈ ജാതി ഈ കാലത്തെ ഉണ്ടാക്കിയ ആയുർവേദമാണ്. കാരണം ചെളിയുടെ മണം അത്ര ശരിയല്ല എന്ന് പറയുന്നത്, ചെളിയുടെ മണമാണ് ശരി എന്നാണ് ആദ്യകാലത്ത് പറഞ്ഞത്. കാരണം അതിൽ നിന്നാണല്ലോ നെല്ലും തിണയും അതും ഇതുമൊക്കെ ഉണ്ടാകുന്നത്. സോ ദിസ് പീരീഡ് they had potions, medicine for all ailments. And by indications I can say ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചാരായവും മൾഡ് വൈനും കയറ്റി അയച്ചിരുന്നത്. നമ്മൾ കയറ്റി അയച്ചത് ചാരായമാണ്. ഞാൻ ഈ ഗ്രീസിൽ പോയ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റിലേഷനും എല്ലാം ഇവിടുന്നാണ് പോയത്. എല്ലാം ഇവിടുന്നാണ് പോയത്. യൂറോപ്പിലല്ല എന്നുള്ളത് ഏതാണ്ട് ഐ എം ജസ്റ്റ് സജസ്റ്റിംഗ് ബിക്കോസ് വി ഗോട്ട് സം ഹാർഡ് എവിഡൻസ്. ഈ സ്റ്റഡില്ലേ, വലിയൊരു പാത്രത്തിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റഡുണ്ട്, അത് നിറയെ ഓർഗാനിക് മെറ്റീരിയലാണ്. ഞാനത് കണ്ടിട്ട് അന്നത്തെ ഓർഗാനിക് അത് കിട്ടി. കിട്ടി. ഐ തിങ്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ ഈ വി ഹാഡ് ദ ബെസ്റ്റ് മൾഡ് വൈൻസ്. ആൻഡ് അല്ലെങ്കിൽ ഇത്രയും മെഡിസിൻസും ഉണ്ടായിരുന്നു, ഡെഫിനറ്റ് മെഡിസിൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഈ മഴക്കാടെന്ന് പറയുന്ന സാധനത്തിനുള്ള വലിയ മച്ചം ഈ സസ്യലതാദികളിലുള്ള വൈദ്യസാധ്യത നമ്മൾ ഈ പ്രദേശത്തിനുള്ളത്രയും ലോകത്ത് വേറെ എവിടെയും കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ചൈനയിൽ ദാറ്റ് വാസ് ട്രൂ. ചൈനയിൽ നമ്മുടെ ഈ ആയുർവേദ കടയിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ മണം തന്നെ. പിന്നെ എല്ലാ ബാർക്കും എൻ്റെ ഇവിടുത്തേനെക്കാട്ടി കൂടുതൽ ഗവേഷണം അവിടെ നടക്കുന്നത്. നമുക്ക് കിട്ടിയത് 12 എല്ലിൻ കഷ്ണങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടുത്തെ ക്രിമേഷൻ മറ്റൊരു സ്ഥലത്തായിരുന്നോ, അല്ലെങ്കിൽ മറ്റാചാരങ്ങൾ നമ്മളിപ്പോഴത്തെ ഇതിൽ അങ്ങനെ പറയാം എന്തെങ്കിലും ഉണ്ടായിരുന്നു, വെറുതെ മറവ് ചെയ്യുന്നതിനപ്പുറം? എനിക്ക് തോന്നുന്നത് ഒരു വല്ലാത്ത റിഫൈൻമെൻ്റ് ഉള്ള ആൾക്കാരാണ്. കാരണം ഒരു കവി തന്നെ പറയുന്നുണ്ട്, ഒരു ജൈവജീവി എന്ന നിലയിൽ ഒരു മനുഷ്യൻ മരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അത് വേദനാജനകമൊക്കെയാണ്, വൺ ഹൂ ഡിപ്പാർട്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം they were told there is nothing new in death. And there are umpteen societies who celebrated it. എന്താണെന്നറിയോ, മരിച്ച ആൾക്ക് സങ്കടമാകുന്നു. മരിച്ച ആൾക്ക് നിങ്ങളെല്ലാം കൂടിയിരുന്ന് കരഞ്ഞാൽ അയാൾക്ക് സങ്കടമാകും. There are so many societies who did not allow to mourn. അപ്പം ഇങ്ങനെ വൈവിധ്യമാർന്ന കാരണം മനുഷ്യൻ ഏറ്റവും ചിന്തിക്കുകയും അതിൻ്റെ ഒരു ബാലൻസിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ടാണ് യു എൻഗേജ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസ് ലൈക്ക് ഡെത്ത് വിത്ത് കെയർ. അവർക്ക് ലോകത്തെമ്പാടും ചെയ്തതുപോലെ അവർ അതിനൊരു സ്മാരകം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അഗ്നിയിൽ ദഹിപ്പിക്കുക എന്നുള്ളതും
തെളിവ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടിയ എല്ല് കഷ്ണങ്ങൾ ഡെക്കാൻ കോളേജിൽ പരിശോധിച്ചുകൊണ്ട് ഈ ഫ്ലഷ് ഓൺ കണ്ടീഷന് കത്തിച്ചതിന് ശേഷം വന്ന അവശിഷ്ടങ്ങൾ പുഴയിലോ ഒഴുകുന്ന സ്ഥലത്തോ, കാരണം ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് നല്ല തരി മണലില്ലേ, അതിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് എ അസംഷൻ വി ഹാവ് ടു. പക്ഷേ ഇത്രയും 45 ലക്ഷം പാത്രകഷ്ണങ്ങൾ കിട്ടിയതിൻ്റെ ആ ഒരു ഇറ്റ്സ് എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ. ആൻഡ് യു ആസ്ക്ഡ് എ വെരി ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ whether they were also buried here. Not buried here. അത്രയും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ക്രിമേഷൻ സെന്റർ കത്തിക്കാൻ ആറടി മതിയല്ലോ. മതി. അതല്ല ഇപ്പോഴും നമ്മൾ വിറവും ഇപ്പം ചിരട്ടയൊക്കെ വെച്ചിട്ടുള്ള. സോ യു നീഡ് സ്മോൾ സ്പേസ് ആൻഡ് ഇറ്റ് ടേൺസ് ഇൻ ടു ആഷസ്. ആൻഡ് ഇഫ് യു ടേക്ക് ദ റിമൈനിങ് ആൻഡ് ദെൻ യു പുട്ട് ഇറ്റ് ഇൻ ദ ഫ്ലോർ, ഇതെല്ലാം പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കുകയല്ലേ. And in those areas where there was some laterite or granite formations, they created menhirs, they created നമ്മൾ ഈ മുനിയറ എന്നൊക്കെ റോങ് ആയിട്ട് വിളിക്കുന്ന, അതൊക്കെ അവരുടെ ഒരു ആഫ്റ്റർ ലൈഫിന് വേണ്ട. അത് ഈ ഈജിപ്തുകാരൊക്കെ ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കേട്ടാന്നിരിക്കുമോ എന്ന് അറിയില്ല, അതോ ഇവിടുത്തെ കേട്ടിട്ടാന്നോ അവരങ്ങോട്ട് പോയെന്നും അറിയില്ല. ഇവർ തിരിച്ചു വരും, അന്നേരം അവർക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കണം, അല്ലേ ഭക്ഷണങ്ങൾ, ബെഞ്ചൊക്കെ ഉണ്ടാക്കും. ഈ മുനിയറയ്ക്കകത്ത് ബെഞ്ചൊക്കെ ഉണ്ടാക്കും കിടന്നുറങ്ങാനും ഒക്കെ. ഇറ്റ് ഓൾ ഷോസ് ദെയർ അഫെക്ഷൻ, ഈ കോസ്മിക് അഫെക്ഷനാണ്. ഇറ്റ് ഈസ് ദേ ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് റൈറ്റിംഗ് എ പോയട്രി. ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ സമൂഹത്തിൽ ചില വ്യവസ്ഥകളും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിനൊരു അത് നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് പോലെ അങ്ങനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതേ ചോദ്യം ഞാൻ റോമിനോട് ചോദിച്ചു, റോമിനെ സ്റ്റേറ്റ് ഇല്ലാതെ കച്ചവടം നടക്കുമെന്ന്. പുള്ളിയെ ചോദിച്ചു, പുള്ളി ഈ ആദിമകാലത്തെ എന്ന് പറഞ്ഞാൽ ഈ ഹണ്ടിങ് ഗ്യാതറേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ് ഹോമോസാപ്പിയൻസിന് ഇല്ലേ. എല്ലാം യുനോ ഇറ്റ് ഈസ് ഓൾവേസ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ദാറ്റ് യു ഗിവ്. വീട്ടിൽ വരുന്നവർക്ക്, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം എല്ലാം തിരിച്ചു കിട്ടുമെന്നൊക്കെ ഉള്ള ലൈനിലായിരിക്കും കിട്ടുന്നത്. ബട്ട് ഐ തിങ്ക് ദർ വാസ് നോ നെസസിറ്റി ടു ഹാവ് എ സ്റ്റേറ്റ്. അതുപോലെ ഈ മുസറിസ് പാപ്പറസിൽ ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. ഇതൊരു കച്ചവടക്കാരനും ഇതിൻ്റെ അകത്തൊന്നും സ്റ്റേറ്റ് ഇല്ല, സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല. സ്റ്റേറ്റ് വാസ് എ ഫെസിലിറ്റേഷൻ. നാണയങ്ങളൊക്കെ കണ്ടെടുത്തല്ലോ, അപ്പൊ നാണയം വരണമെങ്കിൽ ഒരു നാണയത്തിലൊന്നും ഒരു രാജാവിൻ്റെ പടവും ഇല്ല. ഈ സൗത്ത് ഇന്ത്യയിലുള്ള നാണയങ്ങളിലെല്ലാം ഉള്ള പ്രത്യേകത എന്ന് പറയുക പ്രകൃതിയാണ്. നമ്മുടെ ആനയായിരുന്നു, ചോളന്മാർക്ക് പുലി കടുവ, പാണ്ഡ്യന്മാർക്ക് മീൻ, പിന്നെ കുറേ 65 ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു, അവർക്കും ഉണ്ട് പല തേള്, ചെടി. പിന്നെ ഈ ആനയുടെ ചുറ്റും ഉണ്ടല്ലോ കോസ്മിക് സിമ്പിൾസ് ഉണ്ട്, പിന്നെ ടൂളുണ്ട്, ആനയുടെ തോട്ടിയുണ്ട്, അമ്പും വില്ലും ഉണ്ട്. ഇതവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളെയാണ്. പക്ഷേ റോമക്കാരുടെ ആണെങ്കിലോ രാജാവിൻ്റെയും രാജാവിൻ്റെ പെങ്ങളുടെയും രാജാവിൻ്റെ കസിൻ്റെയും ഒക്കെ ഉള്ള പ്രൊഫൈലുകളാണ്. യുനോ ഇറ്റ്സ് മാസീവ് ഡിഫറൻസ് ദ വേ യു ലുക്ക് അറ്റ് ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽ is just a passing phenomena. He should not eulogize individuals. He should stop doing it. പക്ഷെ ഇന്ന് പറയാനൊക്കില്ല, because that is conceived as it was a different world altogether. And as you said, the Sramana thoughts probably was very important for providing. നമുക്ക് ഇത്രയും വലിയ പൈതൃകം ഉണ്ടായിട്ടും നമുക്ക് ആ പൈതൃകത്തെ അറിയണം എന്ന് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരു സമൂഹമായി മലയാളി മാറിയത് എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ കീഴടി മുതൽ തുടങ്ങിയ ഖനനം അതെല്ലാം പ്രിസർവ് ചെയ്യാൻ മ്യൂസിയമായി. ഇന്ന് തമിഴ്നാട്ടിലെ ഓരോ ആൾക്കാർക്കും സർക്കാർ തന്നെ ഇടപെട്ട് പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്ത് ഇതെല്ലാ വീടുകളിലും എത്തിച്ചു. അവർക്കെല്ലാം നല്ല ബോധം ഉണ്ടായിട്ടുണ്ട് അവരുടെ പൈതൃകത്തെക്കുറിച്ച്. പക്ഷെ മലയാളിക്ക് ഇത് സംരക്ഷിക്കണമെന്നും വരും തലമുറകൾക്ക് ഇത് പഠിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ഇവിടെ ചിന്തയില്ലാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് 2 തരം ഡോമിനേഷൻസിന് നമ്മൾ വിധേയരായിട്ടുണ്ട്.
നമ്മൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരാൾക്കാരെന്ന നിലയിൽ നമ്മൾ മറ്റുള്ളത് സ്വീകരിക്കാനുള്ള ഒരു ഭയങ്കര ഭയങ്കര നന്മയാണ്. വെൻ യു സേ സംതിങ് ഐ ആക്സെപ്റ്റ് ഇറ്റ്, വെൻ ഐ സേ സംതിങ് സംബഡി എൽസ് സേ ദാറ്റ് ഇസ് ഇറ്റ്. ഈ ഒരു സ്വീകാര്യതയുടെ ഒരു മനോഭാവം വളരെ കൂടുതലാണ്. യുദ്ധമൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ സാൻസ്ക്രിറ്റൈസേഷൻ്റെ പ്രോസസ്സ് ഭയങ്കര ശക്തമായിരുന്നു. പിന്നെ ഈ വെള്ളക്കാർ വന്നിട്ടുള്ളൊരു ഭാഷ പറഞ്ഞാൽ അംഗ്ലിസൈസേഷൻ എന്ന് പറയാം. ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ജാതി വ്യവസ്ഥയും എല്ലാം കൊണ്ടും കൂടെ ഇങ്ങോട്ട് വരിക. കാരണം 300 BC 300 AD ഇറ്റ് വാസ് പ്രിഡോമിനൻ്റ്ലി എ കാസ്റ്റ്ലെസ് സൊസൈറ്റി. നമുക്കിപ്പോൾ ആലോചിക്കാനേ ഒക്കുമോ? ഐ ഡോണ്ട് നോ ഹൗ ടു തിങ്ക് അബൌട്ട്. എന്നാതെ ചില റെഫറൻസസ് ഉണ്ട്, ചില ബ്രാഹ്മണിക്കൽ നെയിംസ് ഉണ്ട്, ബട്ട് ഇറ്റ് വാസ് വെരി മിനിസ്ക്യൂൾ. അപ്പോഴേ അങ്ങനെ ഒരു സമൂഹം മറ്റ് അധീശങ്ങളെ സ്വാഭാവികമെന്നോണം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വി സക്കം ടു ഇറ്റ്, വി ബിക്കം പാർട്ട് ഓഫ് ദാറ്റ് ഈസിലി. അപ്പം 2 തരം ഡോമിനേഷന് വിധേയമായ ഭയങ്കര നല്ല മനുഷ്യരായിരിക്കും മലയാളികൾ. അവർക്ക് എന്ത് ചെയ്ത്, അപ്പം ആ റിമോട്ട് പാസ്റ്റിന്, കാരണം അതാണ് കേരളീയർ എത്ര പേര് വിചാരിക്കും നമ്മൾ തമിഴരാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ തമിഴകത്ത് അതായത് ഈ എഴുത്തച്ഛൻ രാമായണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് റിമെയിൻഡ് തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ. കാരണം പോർട്ടീസുകാർ വന്നെ അവരുടെ സുവിശേഷം അതാണല്ലോ അവരുടെ അന്നത്തെ ഒരു മോട്ടിവേഷൻ അതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പുസ്തകം ഇവിടുത്തെ ഭാഷയിലുള്ള ആളുകൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി ലിസ്ബണിൽ അടിച്ചുകൊണ്ട് വന്ന് തമിഴിൽ അടിച്ചുകൊണ്ട് വന്ന് വാട്ട് ഇറ്റ് മീൻസ്. പീപ്പിൾ ഇൻ ദ 16th century വെയർ ടോക്കിംഗ് തമിഴ്, അല്ലെ മലയാളത്തിൽ അടിച്ചുകൊണ്ട് വരില്ലേ. സോ ഇറ്റ് ഈസ് എ റീസെൻറ്റ് തിങ്. പക്ഷേ മലയാളത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു തരം ഭാവുകത്വം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനെ ചെറുതാക്കി കാണിക്കുകയല്ല. പക്ഷേ അതിൻ്റെ മുത്തശ്ശി ആരായിരുന്നു, അതിൻ്റെ അമ്മ ആരായിരുന്നു, മലയാളത്തിൻ്റെ അമ്മ ആരായിരുന്നു എന്ന് ചോദിക്കാൻ, അത് സംസ്കൃതമാണെന്ന് കുറച്ചാണ് നമ്മൾ പറയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ തമിഴാന്ന് പറയാൻ. പക്ഷെ തമിഴ് ജനതയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിടത്തോളം ഈ സംഘകാലം എന്ന് പറയുന്നത് അതിൻ്റെ 2 വരി അറിയാത്ത തമിഴന്മാരില്ല. ഞാൻ ഈ അൻപ് ഉണ്മയും പട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, ഒരു ആർക്കിയോളജി സ്റ്റുഡൻറ്റിൻ്റെ വഴിപോക്കനായ അച്ഛൻ ആ കുട്ടിക്ക് ആർക്കിയോളജി പഠിക്കാൻ പോയപ്പം പറഞ്ഞു കൊടുത്തത്, നീ എന്ത് വേണേലും പഠിച്ചോ, പക്ഷേ അൻപും ഉണ്മയും പട്ടറും വേണമെന്ന്. പകുത്തറവിന് ഇതിനകത്തുണ്ട്. ഇത് 2-3 ചേരുമ്പോൾ തന്നെ. സോ ഐ വാസ് സോ ഷോക്ക്ഡ്. എ വെൻഡേഴ്സ് ഡോട്ടർ ഗോയിങ് ടു സ്റ്റഡി ആർക്കിയോളജി. ഐ ആസ്ക്ഡ് കാഷ്വലി എന്താ പഠിച്ചതെന്ന്. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, എന്ത് പഠിച്ചാലും കുഴപ്പമില്ല, എളിമയും വകതിരും ഉള്ളിലെ നേരും പ്രപഞ്ചബോധവും ഒക്കെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സി ഇറ്റ് ഗോസ് ഓൺ. ഈ ഒരു ക്യൂരിയോസിറ്റി ഐ തിങ്ക് മേക്സ് the Tamil people little different, and we are also not different. The moment we understand these things, അതാണ് ഞാൻ പറഞ്ഞത്, അധീശത്വം വരുമ്പോഴേ നമ്മളങ്ങ് ഈ ആധുനികത വന്നിട്ട് നമ്മൾ വല്ലാണ്ട് എന്താ പറയുക, നമ്മൾ അതിൻ്റെ അകത്തായിട്ട് അങ്ങ് ഭയങ്കര ആകർഷിക്കപ്പെട്ടോ എന്നൊക്കെയുള്ളത്. ഇനി ഇപ്പം എന്താണ് പട്ടണത്തിന് എന്താണ് സാർ? ഇപ്പം ഇത് 2015 നിർത്തിവെക്കേണ്ടി വന്നു. 2016 അന്ന് മുതൽ ഏതാണ്ട് വലിയൊരു വിഷമത്തിലായി. 2026 പാമ 2 സീസൺ എക്സ്കവേറ്റ് ചെയ്തു. അതിന് തന്നെ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി. Now in 2026 I believe there will be a change. All possibilities are there. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ടതാണ്. There is no politics in it. ഈ പൊളിറ്റിക്സ് ഒക്കെ കൺസ്ട്രക്റ്റഡ് ആണ്. Are you not interested in knowing your own genetically discernible, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന പാസ്റ്റ് ഏത് മലയാളിക്കാണ് തിരിച്ചറിയാൻ? ആൻഡ് വി ആർ നോട്ട് അഗൻസ്റ്റ് എനിത്തിങ്. വൈ വി മേക്ക് ഇറ്റ് ലെഫ്റ്റോ റൈറ്റോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇതൊന്നുമില്ല. MGS ഞാൻ 1950
93 ഈ ആർക്കിയോളജി കോഴ്സ് തുടങ്ങിയത്. സോ ഹീ കെയിം ആൻഡ് പ്രിസൈഡഡ് ഓവർ. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അത് ഉദ്ഘാടനം ചെയ്തത്. സ്റ്റിൽ ഐ റിമെമ്പർ ഹീ വാസ് ടെല്ലിങ്, ഈ ആർക്കിയോളജി പഠിച്ചാലുള്ളൊരു മെച്ചം നമ്മളൊക്കെ നമ്മളുടെ ജാതി മതവും ഒക്കെ ഒന്ന് മാറ്റി നിർത്തും. കാരണം ഇത് കുറേ പുറകോട്ട് നടന്നാലേ ഇതൊന്നും കാണാൻ പറ്റില്ല. അത് ദാറ്റ് ഈസ് ഇറ്റ്. ബട്ട് വൺ ഡേ യു ഹാവ് ടു കം ടു റിയലൈസ് ഇറ്റ് ആൻഡ് ദെൻ യു വിൽ പ്ലേ വിത്ത് ഇറ്റ്. ഈവൻ വെൻ ഐ സേ ഐ ആം എ Pulaya or whatever, you know, I know it is for a certain period only, because I would have been the kind of the gifted, most sophisticated people on this planet that time. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ശരിയാണോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഒരു പന്ഥാവിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം. ബട്ട് ഐ നോ സർട്ടൻലി ദ ട്രൂത്ത് വിൽ സർവൈവ്. പക്ഷേ ഇതുവരെ കണ്ടെടുത്തതെല്ലാം സംരക്ഷിക്കപ്പെടണം, വരും തലമുറയ്ക്ക് അത് പഠിക്കാൻ ഉപകരിക്കപ്പെടണം. അതിലേക്ക് സർക്കാർ വേണ്ട വിധം ഇറങ്ങാത്തത് എന്താണ്? നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എന്താണ്, തമിഴ്നാട് സർക്കാരിൽ നിന്ന് കേരള സർക്കാർ എന്ത് പഠിക്കണം? അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ശാലിനി, ടു ask why we get the government we deserve. So we as a people don't expect for governments to act. Why don't you act? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പട്ടണത്ത് എക്സ്കവേഷനെക്കാട്ടിലൊക്കെ പ്രധാനം ഈ മണ്ണിൻ്റെ അടിയിൽ ഇത്രയും അനർഹമായ സമ്പത്ത് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശാലിനിക്ക് ഒരു തീരുമാനം എടുത്തുകൂടാ, ഞാനിനി അവിടെ പോയി ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഞാൻ അവിടെ താമസിക്കാം. ഐ ക്യാൻ സെർവ് ആൻഡ് ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാൻ നിങ്ങളെ മെറ്റഫറായിട്ട് പറയുക. ഞാൻ ധാരാളം ആൾക്കാരോട് പറയും, സർസിപ്പിയുടെ മോള് അവർ ഊട്ടിയിലാണ് താമസിക്കുന്നത്, അവർ വന്ന് 10 സെൻറ്റ് സ്ഥലം മേടിച്ചു. എവ്രി മലയാളി ക്യാൻ അഫോർഡ് ടു ലിവ് പീസ്ഫുള്ളി ആസ് എ കമ്മ്യൂണിറ്റി ആൻഡ് സെർവ് ദിസ് പ്രൈസ്ലെസ് ട്രഷേഴ്സ്, ആൻഡ് ഗവൺമെൻറ് ഷുഡ് സപ്പോർട്ട് ഇറ്റ്. ഐ തിങ്ക് ഈ ഗവൺമെൻറ്റാലിറ്റി, കേരളത്തിൽ ഗവൺമെൻറ്റാലിറ്റി ഭയങ്കര, എല്ലാവരും ക്ലർക്കന്മാരാണ്. കാരണം നമുക്ക് ഒരു maybe I don't know how government should withdraw from all these things and they should facilitate. അതാ മുസറിസ് പേപ്പേഴ്സിൽ ഉള്ളത്. he is silent by absence because he is happy. Oh, things are happening. Yeah, അത് ഈ മെഡീവൽ പീരീഡിലുണ്ട്. they had a polity which was horizontal. 65 ചെറിയ രാജ്യങ്ങളും 3 മൂവന്തന്മാരും. ഈ 65 പേരെ അവർ റെസ്പെക്ട് ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ ജെൻസി നമ്മളെ തിരുത്തുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുപോലെ ജെൻസികൾക്കായിട്ടല്ല, അടുത്ത തലമുറയ്ക്കായിട്ട് ഇതെല്ലാം അവർക്ക് ഗവേഷണത്തിനായിട്ട് ഇത് ഉപകരിക്കട്ടെ, കൂടുതൽ കണ്ടെത്തലുകൾ നടക്കട്ടെ. സയൻസ് ടോക്കിനായി സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി. ദിസ് ഈസ് സയൻസ് ടോക്ക്. Until next time, keep asking questions, staying curious and building a better tomorrow.